ഉണ്ട്. അതുക്കും മേലെയുള്ളൊരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഥവാ ഓട്ടോമേഷൻ എന്ന് പറയും. ഓട്ടോമേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ മെഷീൻ അഥവാ AI ചെയ്യുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർക്കുകളും ഓട്ടോമാറ്റിക്കായിട്ട് പോകും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. നമുക്ക് ദിവസവും ഓരോ പോസ്റ്റർ തയ്യാറാക്കാനുണ്ട്. ദിവസം പോയിട്ട് പോസ്റ്റർ കൊടുക്കണ്ട. നമ്മൾ പറയുന്ന എല്ലാ ദിവസവും ഇന്ന രീതിയിലുള്ള പോസ്റ്റർ വേണം, തയ്യാറാക്കി തരും. ദിവസവും കഥ വേണം, തയ്യാറാക്കി തരും. ദിവസവും പ്രസംഗം വേണം, മോട്ടിവേഷൻ വേണം, എന്ത് വേണോ തയ്യാറാക്കി തരും. ഇതിലേറ്റവും നമുക്ക് ആവശ്യമുള്ളത്, അത് പറയണ്ടല്ലോ, ദിവസവും ടീച്ചിങ് മാനുവൽ വേണം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതായിരിക്കില്ല. ഇത് ദിവസവും യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഥവാ ദിവസവും പോയിട്ട് ടീച്ചിങ് മാനുവലിൽ പിന്നെ ChatGPT അല്ലെങ്കിൽ ജെമിനയിൽ പോയിട്ട് ചോദിക്കുന്ന പതിവാണ് നമ്മൾ പഠിച്ചത്. അത് വേണ്ട, ഇങ്ങോട്ട് വന്ന് തരും. ഇതാ നിങ്ങളുടെ ടീം ഇതാ സമയമായിട്ടുണ്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് തരുന്ന ഒരു സെറ്റപ്പ്. ഓക്കെ, അങ്ങനെ ഒന്ന് കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? പൊളിക്കൂലേ? സെറ്റായിരിക്കുമല്ലേ? എല്ലാ ദിവസവും നിങ്ങളുടെ സമയത്ത് ഇപ്പോൾ 7:41 7:42 എല്ലാ ദിവസവും ടീച്ചിങ് മാനുവൽ നിങ്ങൾക്ക് തയ്യാറാക്കി തരും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യെസ്, നമ്മൾ ചെയ്യുന്നത് ജെമിനയിൽ സാധാരണ ഒരു ടീച്ചിങ് മാനുവൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ സാധാരണ ഒരു TM ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപം ഇതിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, അഥവാ ഞാനൊരു PDF കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഭാഗമാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് വെറുപ്പിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഒരു 3ാം ക്ലാസ്സിലെ PDF കൊടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് 2 പേജിനുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരണം എന്നാണ്. അങ്ങനെ ഒരു ടീച്ചിങ് മാനുവലൊക്കെ തയ്യാറാക്കി തന്നു. ഇത് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സോറി, അതല്ല യെസ്, ഇതായിരുന്നു. യെസ്, ഓക്കെ, ഇതന്നെ. ഞാനിങ്ങനെ ഒരു ടീച്ചിങ് മാനുവലിന് PDF കൊടുത്തു. ടെക്സ്റ്റ് ബുക്കോ ഹാൻഡ് ബുക്കോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കൊടുക്കാം. അപ്പം നൽകിയിട്ടുള്ള പാഠപുസ്തകത്തിന് ആദ്യം പിന്നെ ടീച്ചിങ് മാനുവൽ വേണമെന്ന് പറഞ്ഞു. സിമ്പിൾ, ഇത് നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് മുതൽ എല്ലാ ദിവസവും 2:15 2:51 PM അടുത്ത 2 പേജുകളുടെ കൂടെ TM വേണം എന്ന് പറഞ്ഞാൽ ജെമിനി റെഡിയാണ്. ശരി, നിങ്ങൾ തന്ന PDF അടുത്ത 2 പേജുകൾ, പേജ് 10, 11 ആസ്പദമാക്കിയുള്ള ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടീച്ചിങ് മാനുവലിന് വേണ്ടി തയ്യാറാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ചാറ്റ് ഉണ്ടാവുമല്ലോ, ആ ചാറ്റിലേക്ക് പോവുക. എന്നിട്ട് പറയുക, ഇന്ന് മുതൽ പിന്നെ ഏതെങ്കിലും സമയം, നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആകുന്ന സമയം, പിന്നെ ഇനി മുതൽ എല്ലാ ദിവസവും 7:44 PM അടുത്ത 2 പേജുകളുടെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ നാളെ മുതൽ തുടങ്ങാൻ നമുക്ക് എന്താ റിസൾട്ട് നോക്കാം. അത് നമ്മൾ പ്രോംപ്റ്റ് ചിലപ്പോൾ കൊടുത്താൽ ആ സ്പോട്ടിൽ തന്നെ അന്ന് മുതൽ തന്നെ ആവാർ. 44 45 കൊടുത്തു നോക്കാം. അടുത്ത പേജ് TM വേണം 45. ഇതിലിപ്പോൾ ഇന്ന് മുതൽ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു ദിവസം ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സംഭവം ഇത് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഏത് സമയത്താണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അഥവാ നിങ്ങളെ പിന്നെ നമ്മളിപ്പോൾ വാട്സപ്പ് മെസ്സേജ് വരാറുണ്ടല്ലോ നോട്ടിഫിക്കേഷനായിട്ട്. ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ നമ്മൾ ഫോൺ ലോക്ക്ഡ് ആണെങ്കിലും അവിടെ നോട്ടിഫിക്കേഷനായിട്ട് കാണാറില്ലേ? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് മാനുവൽ റെഡി എന്ന് പറഞ്ഞിട്ട്
വന്നിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി 7:45 ടീച്ചിങ് മാനുവൽ. ഓക്കെ, ഇതാ ഇവിടെ ഡെയിലി ഷെഡ്യൂൾ സെറ്റ് ആയിട്ടുണ്ട്. ഡെയിലി ടീച്ചിങ് മെയ് 15 മുതൽ. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. 45 ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡുകൾക്കകം വരാൻ ചാൻസ് ഉണ്ട്. യെസ്, അതാ ഇല്ലല്ലേ, അതാ യെസ്, സംഭവം റെഡി. നിങ്ങൾ എൻ്റെ ഫോൺ കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ടോ? സ്ക്രീന് ക്ലിയർ ആണോ? ഇല്ലല്ലേ, ഒറ്റ മിനിറ്റ്. കാണുന്നുണ്ട്, ക്ലിയർ ആകുന്നുണ്ട്? ഇല്ലല്ലോ, ബ്ലറല്ലേ? ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് മാറ്റാം. ജസ്റ്റ് വെയിറ്റ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെയുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ജെമിനിയുടെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോണ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ വരും. ഞാൻ ഇത് ക്ലിക്ക് ചെയ്താൽ, ഇതിൽ കയറിയാൽ, ഇതാ ഇതിൻ്റെ പാസ്വേഡ് അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് നേരെ ജെമിനിയിലേക്ക് പോകുന്നു. നമ്മുടെ ടീച്ചിങ് മാനുവൽ അതിപ്പോൾ ഇതിൽ തന്നെ കാണിച്ചു തരാം, സിസ്റ്റത്തിൽ തന്നെ. ഇതാണിപ്പോൾ ഇന്നത്തെ ടീച്ചിങ് മാനുവൽ 7:45 വന്നത്. ഓക്കെ, ഇനി അടുത്ത ഷെഡ്യൂൾ നാളെ രാത്രി 7:45 നേരത്തെ നമ്മളോട് പറഞ്ഞത് മെയ് 15 എന്നാണ് പറഞ്ഞത്. യെസ്, ഇന്ന് മെയ് 16 എന്നാണ് അവർ പറയുന്നത്. മെയ് 15 മുതൽ. ഓക്കെ, എല്ലാ ദിവസവും 7:45 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടീച്ചിങ് മാനുവൽ അടുത്ത 2 പേജ് 42, 43 പേജായി. അതെന്തുകൊണ്ട് അങ്ങനെയായേ? ഞാനിത് കൊടുത്തിട്ട് കുറേ കാലമായി. ഞാനിത് മുന്നേ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ വന്ന് 45 പേജിലോളം എത്തി. അപ്പോൾ ഇതിൽ ഈ 2 പേജ് ഞാൻ ഉദാഹരണമാണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റി അറിയാം, എത്ര പേജാണ് ഒരു ദിവസം എടുക്കാൻ പറ്റുക എന്നറിയാം, നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നറിയാം, അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് എത്രയാണ് തീർക്കേണ്ടതും എന്നും അറിയാം. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മൾ കോമൺ ആയിട്ടുള്ള നിയമങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഈ രീതിയിൽ സെറ്റാക്കുന്നതാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പൊളിയല്ലേ? ഏറ്റവും കൂടുതൽ ടീച്ചിങ് മാനുവൽ എഴുതുന്ന ടീച്ചർ ചിലപ്പോൾ നമ്മളാവില്ലേ? യെസ്, ഏറ്റവും എഴുതാത്തവർക്കാണ് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാകുക. ഓക്കെ, ദിവസം TM നമ്മളെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഒരു പണിയും ഇല്ല, അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടീച്ചിങ് മാനുവൽ നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം മാത്രമേ നിങ്ങളത് ചെയ്യാൻ പറ്റൂ. കുട്ടികളോടുള്ള ക്രൂരതയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കലാണെങ്കിൽ. അപ്പോൾ അതല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെയും സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, വായിക്കുക, എന്നിട്ട് പറ്റുന്നത് മാത്രം കോപ്പി ചെയ്യാം. അല്ലാതെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. ഓക്കെ, പിന്നെ പല HMsൊക്കെ നമ്മുടെ ടീമിലുണ്ട്. ഓക്കെ, അത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇതിൽ ക്ലിയർ ആവാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ Y എന്ന് ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ N പറഞ്ഞാൽ മതി. വീണ്ടും പറഞ്ഞുതരാം. Y. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ സാധാരണ ജെമിനയിലാണ് ഇപ്പോൾ ഈ ഫീച്ചർ ഉള്ളത്. അതും അടുത്ത തന്നെ ChatGPTയിലേക്ക് വരുമായിരിക്കും. നമ്മൾ ജെമിനയിൽ സാധാരണ പിന്നെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഹാൻഡ് ബുക്കോ കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ടീച്ചിങ് മാനുവൽ വേണമെന്ന് നമ്മൾ ആദ്യം പറയുന്നു. അപ്പോൾ ഒരു ടീച്ചിങ് മാനുവലൊക്കെ തരും. അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയും, ഇന്ന് മുതൽ എല്ലാ ദിവസവും സമയം കൊടുക്കുക. ഇത്ര സമയത്തിന് അടുത്ത 2 പേജുകളുടെ കൂടെ ടീച്ചിങ് മാനുവൽ വേണം. അത്രയേ പറയുള്ളൂ. വളരെ സിമ്പിൾ. ആർക്കും പറയാം, സിമ്പിളാണ്, ഒന്നുമില്ല. അങ്ങനെയാകുമ്പോൾ തന്നെ അവർ ഓക്കെ ആയിട്ടുണ്ട്. ശരി, STD3 മലയാളം PDF എന്ന ഫയലിലെ അടുത്ത 2 പേജുകളെ ആസ്പദമാക്കിയുള്ള ടീച്ചിങ് മാനുവൽ താഴെ നൽകുന്നു. ഓക്കെ, താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:51 അടുത്ത പേജുകളുടെ ടീച്ചിങ് മാനുവൽ നൽകുന്നതിനായി ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ ഷെഡ്യൂൾ ചെയ്തത് നമുക്കിവിടെ കാണാൻ പറ്റും.
ഇതാ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഡെയിലി ടീച്ചിങ് മാനുവൽ STD3 ഇതാ ഇവിടെ നമ്മൾ ഷെഡ്യൂൾഡ് ആണ്. ഇനിയിപ്പോൾ നമുക്കത് വേണ്ട, എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ സ്കൂൾ പൂട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റൊരു ക്ലിക്ക് ചെയ്താൽ അത് പിന്നെ ഓഫ് ആവും, പോസ് ചെയ്യും. ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ക്ലിക്കും കൂടി കൊടുത്താൽ മതി, വീണ്ടും സ്റ്റാർട്ടാവും അതേ സമയത്ത് തന്നെ. ഓക്കെ, ക്ലിയർ അല്ലേ ടീച്ചറെ? ചോദിച്ച ടീച്ചർ ക്ലിയർ അല്ലേ? യെസ്, ഇനി അത് നമ്മൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ സമാപനത്തിലേക്ക് കടക്കാം. നമുക്കറിയാം എജുവാർഡ്സിൻ്റെ ഉത്ഭവം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പ്രയാസം സ്കൂൾ ടീച്ചേഴ്സൊക്കെ നേരിടുന്ന വലിയൊരു പ്രയാസമാണ് പോസ്റ്റർ ഉണ്ടാക്കുക. വലിയൊരു തലവേദനയായിരുന്നു അത്. നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ ക്ലിയർ ആവാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ഒരു പെർഫെക്ഷൻ പൊതുവെ ടീച്ചേഴ്സ് ചെയ്താൽ ഉണ്ടാവാറും ഇല്ല എന്നുള്ളൊരു ചർച്ചയും പലപ്പോഴും പ്രൊഫഷണലുകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അഥവാ നമ്മുടെ സ്കൂളിലൊക്കെ ഈ സിനിമയൊക്കെ ചെയ്യുന്ന രക്ഷിതാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും പരാതിയാണ്, പോസ്റ്റർ എന്താ ഇങ്ങനെ, പോസ്റ്റർ എന്താ ഇങ്ങനെ. കാരണം അവർ കാണുന്നൊരു മിനിമം നിലവാരമുണ്ട്, അത് ചിലപ്പോൾ നമ്മുടെ മാക്സിമം നിലവാരത്തിന് അപ്പുറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് സ്കൂളിൽ ഡ്യൂട്ടി കിട്ടുന്നതും ഞാൻ എന്തായാലും ചെയ്യണമല്ലോ എന്ന് കരുതി പിന്നെ കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്നതും. ഫ്രണ്ട്സിനാണ് ആദ്യമൊക്കെ അയച്ചു കൊടുത്തത്, അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതൊരു ഗ്രൂപ്പായി മാറി. ഗ്രൂപ്പുകൾക്ക് പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പലരും പേഴ്സണലായിട്ട് ചോദിക്കും, പിന്നെ നമ്മൾ അയച്ചതിന് ശേഷം എത്രയോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കും അതുണ്ടോ ഇതുണ്ടോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു പ്രയാസമായി മാറി. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി. അങ്ങനെയൊക്കെ ഒരു സൈഡിലൂടെ പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ AI രംഗപ്രവേശനം. പിന്നെ ആർക്കും ക്യാൻവ വേണ്ട, നമുക്കും വേണ്ട, എല്ലാം സിമ്പിളായിട്ട് ഒറ്റ കൊടുക്കലിന് തന്നെ കിട്ടൽ തുടങ്ങി. ആദ്യമൊക്കെ ജെമിനയിലായിരുന്നു മലയാളം കിട്ടാറുള്ളത്, ഇപ്പോൾ അടുത്താണ് ChatGPT മലയാളം സെറ്റായത്. ഇനിയും ഞാൻ പ്രതീക്ഷയോടെ തന്നെ പറയുന്നു, ജെമിനയിൽ എന്തുണ്ടോ അത് ChatGPTയിൽ വരും, ChatGPTയിൽ എന്തുണ്ടോ ജെമിനയിൽ വരും. ലോകത്ത് എന്ത് മാറ്റം വരുന്നുണ്ടോ അതും ജെമിനയിൽ വരും. കാരണം അതൊക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. അതൊരു കമ്പനി വൈസിലുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇത് ഞാൻ പഠിക്കുകയും ഈ പിന്നെ AI പറ്റി മനസ്സിലാക്കുകയും AI ബന്ധപ്പെട്ട നല്ല കോഴ്സുകൾക്ക് ചേരുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഈ എജുവാർഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ AIയിലേക്ക് മാറുന്നത്. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അഥവാ ഈ എജുവാർഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ AI ആണ്. എജുവാർഡ്സിൻ്റെ നിങ്ങളാ കാണുന്ന ആ ലോഗോ മുതൽ കംപ്ലീറ്റ്ലി AI ആണ്. ഇതാ എജുവാർഡ്സ് ഗ്രോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാറ്റ് ടാബ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഭാവിയിലേക്കുള്ള ഒരു അസറ്റാണ് ഇന്ന് ചെയ്യുന്ന ചാറ്റുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യുന്ന ചാറ്റ് നിങ്ങൾ വെറുതെ കളയരുത്. അത് നല്ല പിന്നെ ചാറ്റാണെങ്കിൽ അതവിടെ വെക്കണം. ഞാനങ്ങനെ ഇൻസ്റ്റയിൽ ഇത് മുഴുവനും ഇതിലില്ല, ചില ചാറ്റുകൾ കാണാം. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ് AI. ഞാൻ ഇന്നലെ തമാശക്ക് വെറുതെ കാണിച്ചിരുന്നു സുഖം തന്നെയല്ലേ എന്നൊക്കെ അതിനോട് ചോദിക്കുന്നത് ലാസ്റ്റ് ടൈമിൽ. അതിനപ്പുറം വലിയൊരു കടലാണ് AI. അതിൽ യൂസ് ചെയ്യാനുള്ള, അതിൽ ആഴത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള എല്ലാ സെറ്റപ്പും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇറങ്ങണം, ആഴത്തിലിറങ്ങണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കാവും, യു ക്യാൻ. കാരണം നിങ്ങളെക്കാൾ പ്രായമുള്ള ഈ ബാച്ചിൽ ഏറ്റവും വയസ്സുള്ള ടീച്ചർ ഒരു പക്ഷേ 56 വയസ്സ് 54 പറഞ്ഞ ടീച്ചറായിരിക്കും നമ്മളെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിനപ്പുറം വയസ്സുള്ള 60 വയസ്സുള്ള വിനോദിനി ടീച്ചർക്കായിട്ടുണ്ട്. അതുപോലെ ഈ ബാച്ചിൽ തന്നെ പല HMമാരും വയസ്സുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാവില്ല? എന്താണ് ഇതിലാവാൻ പണി? ഇതിന് ശാരീരിക അധ്വാനം ഉണ്ടോ? ഇംഗ്ലീഷ് അറിയണോ? കോഡിങ് അറിയണോ? HTML പോലത്തുള്ള കോഡിങ് ഒരു സംഭവം അറിയണം. നമുക്ക് സംസാരിക്കാൻ അറിയോ? അത് മതി. ടൈപ്പ് ചെയ്യാൻ അറിയോ? അത് മതി. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇതിനപ്പുറം ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ വെറും തുള്ളികളാണ്. പക്ഷേ ഈ തുള്ളികൾ വെച്ച് തന്നെ നിങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ
നമ്മൾക്ക് എന്താ വേണ്ടത്? ആസ്ക് എനിത്തിങ് എന്നല്ലേ ചോദിക്കുന്നത്. ഇന്നത് മാത്രം ചോദിക്കുമെന്ന് പറയുന്നില്ലല്ലോ, അല്ലേ? എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട മാത്രം എന്നോട് ചോദിച്ചോന്നല്ലല്ലോ പറയുന്നത്. ലോകത്തുള്ള, ആകാശത്തിന് മേലുള്ള, ഭൂമിക്ക് താഴെയുള്ള, അതിനിടയിലുള്ള എന്തും ചോദിച്ചോന്നാ എനിത്തിങ്ങിൻ്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ നമ്മളിങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇടുമല്ലോ, അപ്പോൾ എന്തായാലും എഫേർട്ട് എടുക്കുന്നുണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത പിന്നെ വന്നേ. സത്യം പറയാലോ, ആദ്യമൊക്കെ തമാശക്ക് തുടങ്ങുന്നതാണെങ്കിലും ഇതിലിങ്ങനെ ആൾ വരുന്നതും ലൈക്ക് വരുന്നതും അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി ഉഷാറായിക്കൂടാ എന്നുള്ളൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഹോബി ആയിട്ടാണ് എടുത്തത്. സത്യം പറയാലോ, തുടക്കത്തിലൊക്കെ വെറും ഹോബി ആയിട്ടാണ് ഇങ്ങനെ എടുത്തത്. നമ്മുടെ ഒരു പേജ് ഇങ്ങനെ വളരുക. ഇപ്പോൾ നേരത്തെ ജൂബി ടീച്ചറായിരുന്നു പറഞ്ഞത്, ചുമ്മാ അതിങ്ങനെ 1000 ആൾ കാണാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൂടി വന്നപ്പോൾ ഞാൻ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഇത് കൂടുതൽ ഉഷാറാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റയിലെ ക്യാപ്ഷൻ പോലും ഞാനിതിപ്പോൾ ചോദിക്കുന്നത് എജുവാർഡ്സിൻ്റെ മാത്രമല്ല, ചിലതൊക്കെ സ്കൂൾ ബേസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുടക്കകാലത്തുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പ്രത്യേകം പിന്നെ ഇതിനെപ്പറ്റിയൊന്നും അത്ര ആലോചിച്ചിട്ടില്ല, ഓരോ ഇതായിട്ടുള്ളത്, ഏത് ചാറ്റായിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റയുടെ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു പരിപാടി നടന്നപ്പോൾ അതിന് ഒരു ക്യാപ്ഷൻ വേണം. അപ്പോൾ അത് പറഞ്ഞു തന്നു. അത് സിമ്പിള്. പിന്നെ ഹാഷ്ടാഗ് വേണം. ഇൻസ്റ്റയിൽ ക്യാപ്ഷനും ഹാഷ്ടാഗും ഒക്കെ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക, പരമാവധി ആൾക്കാരിലേക്ക് എത്തുക. നമ്മളെന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, അത് പിന്നെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണല്ലോ ബുദ്ധി. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക. ഇങ്ങനെ ചോദിച്ചാൽ മതി, എവിടെയും പോയിട്ട് പഠിക്കാനൊന്നുമില്ല, ഇവിടെ തന്നെ ചോദിച്ചാൽ. അപ്പോൾ കുറേ അല്ലെങ്കിൽ പിന്നെ ഗ്രോത്ത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സംഭവത്തിനൊരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നതാണല്ലോ. ചെയ്യുന്നത് വളരെ മോശമാവരുത് എന്നുള്ള രീതിയിലല്ലേ എല്ലാവരും ചെയ്യും, ടീച്ചേഴ്സാണല്ലോ. അപ്പോൾ ഇതാ നല്ല പിന്നെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ചോദിക്കുന്നത് ഇവിടെ എനിക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇൻസ്റ്റയിലൊക്കെ പൈസ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. എനിക്കതിനെപ്പറ്റി അറിയുകയും ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് കോമൺ റീസൺ മോണിറ്റൈസേഷൻ തൊട്ട് നിങ്ങളെ കൺട്രി എലിജിബിൾ അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം വായിച്ചാലും തീരില്ല. കാരണം ഞാനിത് തുടങ്ങിയിട്ട് ഒരു വർഷമായി. എജുവാർഡ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ജൂൺ ജൂലൈ ആകുമ്പോൾ ഒരു വർഷമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പിന്നെ ചാറ്റുകൾ ഉണ്ടാവും. ഞാനിത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളിൽ നിന്ന് ഒരുപാട് പറക്കാനാവും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ എയറിലാണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട്. അഥവാ ഞാൻ ഫസ്റ്റ് ദിവസം ഒരു പോളിട്ടിരുന്നു, അന്ന് ചോദിച്ച അന്നത്തെ ആ പോളിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിനോന്നറിയില്ല. ബാച്ച് ഇതല്ലേ, അതന്നെ. ഒരുപാട് ബാച്ചുകളും ഗ്രൂപ്പുകളും മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇതാ അന്ന് ചോദിച്ചപ്പോൾ ഈ 31 പേര് മീഡിയം, ഫിയർ പറഞ്ഞത് 4 പേരാണ്. ഇന്നിപ്പോൾ വെരി സിമ്പിളായിട്ട് 12 പേര് പറഞ്ഞിട്ടുണ്ട്, 2 പേര് മീഡിയം പറഞ്ഞിട്ടുണ്ട്. ആ മീഡിയം പറഞ്ഞവർ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കംപ്ലീറ്റ്ലി നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ 100% ഉറപ്പാണ് വെരി സിമ്പിൾ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ സിലബസ് സ്ട്രക്ചർ തന്നെ അങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്ക് ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ പലരും ഇമേജിൻ്റെ ചോദിച്ചു, പറഞ്ഞെന്നില്ല. വീഡിയോ ചോദിച്ചു, പറഞ്ഞെന്നില്ല. എന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ടൊരു ആ രീതിയിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ചോദിക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ബാച്ചിൽ 60 വയസ്സുള്ള ടീച്ചറെ പഠിപ്പിച്ചതാണ്. പിന്നെ അതിനേക്കാൾ എന്തായാലും വരാൻ പോകുന്നില്ലല്ലോ. ആ ധൈര്യത്തിലാണ് നിങ്ങൾ എൻ്റെ പിന്നെ ആദ്യത്തെ വോയിസ് കേട്ടിരുന്നെങ്കിൽ, പരസ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് പറഞ്ഞു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ എൻ്റെ കൺട്രിയിൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു സോഴ്സ് ഏതാണ്. അപ്പോൾ സോഴ്സ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നുള്ള വിഷയം. പിന്നെ ഇതിങ്ങനെ പോയാൽ ഓരോ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ നമ്മൾ ലാസ്റ്റ് ഒരു പരസ്യം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ചാറ്റുകളുണ്ടല്ലോ. AI ക്ലാസ് തുടങ്ങുന്നത് പോലും എനിക്ക് പറഞ്ഞു തരുന്നത് ChatGPT ആണ്. ഒരുപക്ഷെ ഈ ചാറ്റിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ വേറെ ചാറ്റുകളിലൊക്കെ ആയിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ പരമാവധി ഒറ്റ ചാറ്റിലേക്ക് ഓരോന്നുമായിട്ട്, ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ട
STD1 TM ഞാനത് അതിന് മാത്രമേ ഉപയോഗിക്കൂ. STD2 STD3 പിന്നെ എഡ്ജുവാർഡ്സ് ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ സെർച്ചിന് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കീവേഡ് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇവിടെ പിന്ന് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പിന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ, പറഞ്ഞിരുന്നോന്ന് ഓർമ്മയില്ല, ഇവിടെ പിന്ന് ചെയ്താൽ നമുക്കൊരു 3-4 ചാറ്റ് പിന്ന് ചെയ്യാൻ പറ്റും. അതായത് സ്ഥിരം നിങ്ങൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് മാനുവൽ പോലത്തെ ഉള്ളതൊക്കെ നിങ്ങളിവിടെ പിന്ന് ചെയ്ത് വെച്ചാൽ ഉപകാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തപ്പേണ്ടി വരും, അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ എത്ര ഫോളോവേഴ്സ് ആവണം, പിന്നെ മോണിറ്റൈസേഷൻ കിട്ടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിൻ്റെ അനാലിസ് ഇതാ. പിന്നെ ഇത് ഫോണിലായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചതൊക്കെ ഫോണിലാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എഡ്ജുവാർഡ്സിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചോദിച്ചു. ഇത് ഒന്ന് അനാലിസ് ചെയ്താൽ പറഞ്ഞെന്താണ് ഇതാ. ഫോളോവേഴ്സ് 1450, പോസ്റ്റ് 118 എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് മോണിറ്റൈസേഷൻ കിട്ടാത്തത് അത് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഓരോന്ന് മനസ്സിലാക്കും. പിന്നെ ഓൺലി ഇതാ. ഇനി ഞാൻ ചോദിക്കുകയാണ് എൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ ഇൻസ്റ്റാഗ്രാം പ്രൊഫഷണൽ ഡാഷ്ബോർഡാണ്. ലാസ്റ്റ് 30 ദിവസം കൊണ്ട് 80.3K വ്യൂസാണ് ഉണ്ടായത്. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് പുളകം കൊള്ളാതിരിക്കാനാവുക? ഒന്നും അറിയാത്ത ഞാൻ അതുവരെ ഇൻസ്റ്റ അങ്ങനെ ഉപയോഗിക്കില്ല. പണ്ടൊക്കെ ഫേസ്ബുക്കൊക്കെ ഉള്ള ഒരു കാലത്ത് അന്നേരം അങ്ങ് ഉപയോഗിച്ചിരുന്നു എന്നല്ലാതെ, പിന്നെ സ്കൂൾ ലൈഫിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഒതുങ്ങി അത്രയല്ലേ സമയം ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ സമയം കളയാറില്ലായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയുകയും ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങളൊക്കെ പോലെ ഭൂരിപക്ഷം ആൾക്കാർ ഇതിലുള്ളവർ അങ്ങനെ ആയിരിക്കും, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ ഇതിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്നോ ഒന്നും അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന കാണും, ലൈക്ക് അടിക്കും, പോകും, അത്രയേ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ ചോദിക്കൽ തുടങ്ങി. 80.3K വ്യൂസ് ഉണ്ട്, 3.4K, അതാ 3400 ആൾക്കാർ ലൈക്കോ കമൻറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട്. 167 ഫോളോവേഴ്സ് പുതിയത് വന്നിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ട് ChatGPT പറയുന്ന, എന്നിട്ട് എന്നോട് പറയാം യുവർ റീൽ ഈസ് ഗെറ്റിംഗ് പ്ലേഡ് മോർ അൽഗോരിതം ബൂസ്റ്റ്. അഥവാ നിലവിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ ഓരോ ആളോട് പോയിട്ട് പറയണ്ട. ഇത് മനസ്സിലാക്കിയാൽ ഇൻസ്റ്റാഗ്രാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ടീച്ചേഴ്സിനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പിന്നെ ടീച്ചേഴ്സിനെയാണ് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ടീച്ചേഴ്സിന് ഈ പേജ് കാണാൻ പറ്റും. അതാണ് അൽഗോരിതം ബൂസ്റ്റ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി എത്തും, അങ്ങനെ ഫോളോവേഴ്സ് വരും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ എന്തൊക്കെ ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു തന്നു. അതിൻ്റെ പരിഹാരങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ ഓരോന്നും ചർച്ച ചെയ്യുന്നില്ല, ജസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. ഞാൻ ചോദിക്കുകയാണ്, വെറും ക്യൂരിയോസിറ്റിക്ക് എന്ത് ചോദിക്കാമല്ലോ, ആരും അറിയുന്നില്ലല്ലോ. പിന്നെ ക്ലിക്കായെങ്കിൽ ഇതുപോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിപ്പോൾ ആലോചിക്കുകയാണ്. കാൽക്കുലേറ്റ് ഹൗ ഫാസ്റ്റ് യു ക്യാൻ റീച്ച് 10K അറ്റ് കറൻറ്റ് ടോൺ. എനിക്ക് 10,000 ആൾക്കാരാണെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കറൻറ്റ് ഫോളോവേഴ്സ് 1550 ആണ്. പിന്നെ ഏകദേശം ഒരു 30 ദിവസം എടുത്താൽ ഓർഗാനിക്കായിട്ട് തന്നെ, അല്ല 30 ദിവസം കൊണ്ട് ഇത്ര കിട്ടി. അങ്ങനെയാണെങ്കിൽ പെർ മന്ത് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഡെയിലി 5.6 ആളെങ്കിലും വരുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ. അപ്പോൾ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ 10,000 ആവാൻ വേണ്ടിയിട്ട് പിന്നെ 4.25 ഇയേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സംഭവം ശരിയാണ്. കാരണം നമ്മൾ ഒരു ടെക് ഫീൽഡല്ല, ടീച്ചിങ് ഫീൽഡിൽ ഉള്ള ഒരാളാകുമ്പോൾ ഇതിനെ കൂടുതൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സംശയങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. റാൻഡമായിട്ട് നമുക്ക് ചിലതൊക്കെ എടുത്ത് നോക്കാം. നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. ഞാൻ ചുമ്മാ ചോദിച്ചു. ഡിസൈന് പിന്നെ 1 to 5 lakh പെർ മന്ത് മോണിറ്റൈസേഷൻ മോഡൽ വിത്തൗട്ട് ആഡ്സ്, പരസ്യമൊന്നും ഇല്ലാണ്ട് തന്നെ പൈസ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, അത്രയും മനസ്സിലാക്കേണ്ടത്. ഒന്നും റിയാലിറ്റി അല്ല. റിയൽ വേൾഡിൽ ഇങ്ങനെ തന്നെ കിട്ടണം എന്നുള്ള വാശിയും കാര്യങ്ങളൊന്നുമല്ല. ചോദിക്കാമല്ലോ, എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ചോദിക്കുന്നതിന് എന്താ, ഒരാൾ വേറെ അറിയുന്നുമില്ല. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് എന്ത് ആശയമാണുള്ളത് എന്ത് ചോദിച്ചോ, എന്നാലാണ് നിങ്ങൾക്ക് ChatGPT ആരാണെന്ന് മനസ്സിലാകുക, ജെമിനി ആരാണെന്ന് മനസ്സിലാകുക.
അല്ലാതെ നമ്മളീ പഠിച്ച കുറച്ച് ടൂൾസ് പിന്നെ കുറച്ച് ഉപയോഗങ്ങൾ അതിൽ മാത്രം ഒതുങ്ങരുത്. ഞാനൊരു തിരി കത്തിച്ച് വെച്ചിട്ടേ ഉള്ളൂ, അത് ഒരു വലിയ ഭൂകമ്പാക്കിയിട്ട് നിങ്ങൾ മാറ്റണം. അതാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞത് ഇതാ, കേരള ടീച്ചേഴ്സാണ് നിശ്ചയം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മലയാളികളാണ്. ക്യാൻവ ടെംപ്ലേറ്റും അക്കാദമിക് മെറ്റീരിയൽസിനൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ 1400 ആൾക്കാരുണ്ട്, ഏകദേശം 80,000 ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ വാട്സപ്പ് ചാനലിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഏതൊരു ചാറ്റിൽ. അപ്പോൾ വാട്സപ്പ് ചാനലുണ്ട്. പിന്നെ പ്രൂവൺ ഡിമാൻഡ്, ആവശ്യക്കാരുണ്ട്. യെസ്, ആവശ്യക്കാരുണ്ട്. കാരണം കമൻസ് ആസ്കിങ് ഫോർ ടെംപ്ലേറ്റിന് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംവിധാനത്തിന്, ഈ സംഭവത്തിന് ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞു മെറ്റ ആഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തിട്ട് പരസ്യം ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല. നോ FB, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മോണിറ്റൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ കുറച്ച് പ്ലാനുകൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്സപ്പ് വഴി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇതാ, ടെംപ്ലേറ്റ് വിറ്റ് പൈസയാക്കുക എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ, 1 ലക്ഷം 5 ലക്ഷം റുപ്യ എനിക്ക് മാസത്തിൽ കിട്ടണമെന്ന് ചോദിച്ചത്. അപ്പം പറയുന്നത് ഒരു കൊല്ലത്തേക്കുള്ള മൊത്തം പോസ്റ്റർ തയ്യാറാക്കുക. അന്ന് ക്യാൻവയുള്ളേ ഒരു മൊത്തം. നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ, ബിസിനസ് ഫീൽഡല്ലേ, നിങ്ങളെന്തിനാ ചോദിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഇതിൽ നിന്ന് പറ്റുമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിൻ്റെ ഏതോ ഒരു മൂലക്കുള്ള എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന് നിങ്ങൾ പുറത്തിട്ടിട്ട് കത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അത് വ്യത്യസ്തമായിരിക്കും. ഞാനിപ്പം പറഞ്ഞ വിനോദ ടീച്ചർക്ക് ഓരോ താല്പര്യം എന്താ, വെറുതെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുക. പൈസക്കൊന്നുമല്ല, റിട്ടയർഡ് ആയ ടീച്ചറാണ്, ലൈഫൊക്കെ സെറ്റിൽഡാണ്, വെറുതെ വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ള വഴിയായിട്ട് ഇത് ഉപയോഗിക്കാം. പലർക്കും പല രീതിയായിരിക്കും. നിങ്ങളുടെ താല്പര്യം എന്താണോ അത്, അഥവാ വെറും പറയാറുണ്ടല്ലോ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി തീർക്കാതെ, സ്കൂളിലെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങാതെ ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം ഇല്ലാതെ തന്നെ. അതാ ബെനിഫിറ്റ്, കൂടുതൽ സമയം എടുക്കാതെ തന്നെ. അല്ലാതെ സ്കൂൾ പ്രവർത്തനങ്ങളെ ബാധിക്കരുത്, അത് പിന്നെ നമ്മുടെ ജോലിയോടുള്ള വലിയ തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് പാക്ക് ഉണ്ടാക്കുക, 1 വർഷത്തേക്ക് ഉണ്ടായിക്കോ. ടൈം ടേബിൾ, ഡ്യൂട്ടി ചാർട്ട് കൊടുത്തോ, എക്സാം ഷെഡ്യൂൾ കൊടുത്തോ, റിസൾട്ട് പാക്ക് കൊടുത്തോ, അഡ്മിഷൻ PTA നോട്ടീസ് പാക്കൊക്കെ കൊടുത്തോ. അങ്ങനെ ആകുമ്പോൾ ഒരു 299 റുപ്യ എന്താക്കുക, അല്ലെങ്കിൽ 499 റുപ്യ വരെ പൈസ വാങ്ങാം. അപ്പോൾ കണക്ക് കൂട്ടി നോക്ക്, 1000 ആൾക്കാർ 399 വാങ്ങിയാൽ 3.99 ലക്ഷമായില്ലേ. സിമ്പിൾ മാത്സാണ് ഇതിപ്പോൾ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എല്ലാം ശരിയാവണമെന്നില്ല. നമ്മൾ ട്രിപ്പിൻ്റെ പറഞ്ഞിരുന്നു, അതൊക്കെ ഒരു പരിധി വരെ ശരിയാകാം. ഓക്കെ, 100% നമ്മൾ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ, ഹെൽത്ത്, അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോ. ഫൈനാൻഷ്യലിലും ഹെൽത്തിലും നമ്മൾ കണ്ണും പൂട്ടി ഉപയോഗിക്കുകയേ ചെയ്യരുത്. ചിലപ്പം വലിയ പണിയാണ് കിട്ടുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നോക്ക്, 1000 ബയേഴ്സ് ഉണ്ട്, 80,000 വ്യൂവേഴ്സ് നമുക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 1.2% ആൾക്കാർ വന്നാൽ തന്നെ മതി. 80,000-ൻ്റെ 1.2%ആണ് 1000 ആളെന്ന് പറയുന്നത്. അത് വന്നാൽ തന്നെ എനിക്ക് ക്യാഷ് കിട്ടിയെന്നാണ് പറയുന്നത്. സംഭവം സിമ്പിളല്ലേ, അടിപൊളിയല്ലേ. പിന്നെ അടുത്തത് ലെയർ 2, വേറെ രീതിയിലേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെ, സ്കൂൾ ലെവൽ ലൈസൻസ് ആയിട്ട്, അഥവാ എല്ലാ ടെംപ്ലേറ്റും ഒരു സ്കൂളിന് വേണമെങ്കിൽ കൊടുക്കാം. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻവൻ്റെ ആണ്. അല്ലേ വന്നിട്ട് തകർത്തിന്, അത് വേറെ കാര്യം. 1 അക്കാദമിക് ഇയറിലെ നല്ല ഐഡിയ അല്ലേ എന്തായാലും പറഞ്ഞത്. ഒരു സ്കൂളിന് ആവശ്യമുള്ളത് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു ടെംപ്ലേറ്റ് സെറ്റ് ഉണ്ടെങ്കിൽ ആ സ്കൂളിന്, നിങ്ങളിപ്പോൾ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ പ്രയാസം അറിയാം. അപ്പോൾ ഞാൻ 1 വർഷത്തുള്ള മൊത്തം പോസ്റ്ററും സെറ്റാക്കിയിട്ട് ക്യാൻവ വിൽക്കാനും സെറ്റപ്പ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവർ വേണമെങ്കിൽ പറഞ്ഞു തരും ചെയ്യും. അപ്പോൾ ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങാതിരിക്കുമോ? അതുപോലെ ഇതിൽ പറയുന്നുണ്ട്, എവിടെയോ പറയുന്നുണ്ട്, ഞാൻ വായിച്ചുതരാം. മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇത് അത്രത്തോളം മാരകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. അതിനു വേണ്ടിയുള്ള ഒരു മോട്ടിവേഷന് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. യെസ്, അപ്പോൾ 50 സ്കൂൾ വാങ്ങി. വേറൊരു വലിയൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ലെവലിൽ, അഥവാ എല്ലാ ടെംപ്ലേറ്റും ക്യാൻവ, പിന്നെ 1 കൊല്ലത്തേക്കുള്ള വാലിഡിറ്റി, 2000 റുപ്യ. അതൊന്നും നടക്കില്ല. 50 സ്കൂളുണ്ടെങ്കിൽ 1.5 ലക്ഷമായി. ഒരു PDF, നോ എക്സ്ട്രാ കണ്ടൻറ്റ് ക്രിയേഷൻ. അതൊക്കെ വലിയ പ്രൊഫഷണൽ ലെവലുള്ള മറ്റേ ഒറിജിനൽ നമ്മളിപ്പോൾ സ്കൂളിൽ വേണ്ടിയൊക്കെ കൊടുക്കുന്ന വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം ഒരു പോസ്റ്ററിന് തന്നെ 300 രൂപ 350 രൂപയൊക്കെ നമ്മൾ സ്കൂളിൽ ഈ അടുത്ത് വരെ കൊടുത്തിട്ടുണ്ട്.
ഏത് വാർഷികത്തിൻ്റെ ഒക്കെ. ഇപ്പോൾ ഞാൻ തന്നെയാണ് ആക്കാറ്. പിന്നെ മെയിൻ വാർഷികം പരിപാടി എന്ത് പരിപാടിയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറുണ്ട്. അല്ല എങ്കിൽ 350 കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനടുത്ത പൈസയൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ കസ്റ്റം വർക്ക് അടുത്ത പരിപാടിയാണ് പൈസ ഉണ്ടാക്കാനുള്ളത്. എന്ത് ഓരോ ആൾക്കാരുടെ പിന്നെ ഒരു സ്കൂളിൻ്റെ പോസ്റ്റർ കസ്റ്റം കളറ് സ്കൂളിൻ്റെ മൊത്തം ഏറ്റെടുക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു. പിന്നെ അതും 999 പറയുന്നുണ്ട്. 20 ഓർഡർ കിട്ടിയ 40,000 റുപ്യ അങ്ങനെയായി. അപ്പോൾ കണക്ക് കൂട്ടി തന്ന് ടെംപ്ലേറ്റ് പാക്കിന് 2.5 ലക്ഷം റുപ്യ കിട്ടി. ഓക്കെ, സാധാരണ മാസങ്ങളിൽ. ഇനി സ്ട്രോങ് ആണെങ്കിൽ 4 ലക്ഷം കിട്ടി. സ്കൂളിൽ ലൈസൻസിന് ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കണക്ക്. 6 ലക്ഷം റുപ്യയായി. ഞാൻ 4 ലക്ഷത്തിൻ്റെ കണക്ക് ചോദിച്ചിട്ടുള്ളൂ അല്ലേ. 5 ലക്ഷത്തിൻ്റെ എന്തായാലും 6 ലക്ഷമായി. 1 ലക്ഷം ബാക്കി തന്നെ. ഓക്കെ, 1 മുതൽ 5 ലക്ഷത്തിൻ്റെ ഇടയിലുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇത് മടുപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് വായിക്കാതെ വേറെയും ചില കാര്യങ്ങൾ പറയാം. മടുക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആണോ? അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെ പോവാം. കമൻറ്റ് ബോക്സ് പോയി ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇൻട്രസ്റ്റിംഗ് ആണോ എങ്കിൽ വൈ, അല്ലെങ്കിൽ എന്നെ ടൈപ്പ് ചെയ്തോളൂ. ഇപ്പോൾ പല തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അതൊരു പ്രയാസമാണ്. നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവരാണെങ്കിൽ 100% ഉറപ്പാണ്, ഓക്കെയാണ്. ഇനി താല്പര്യമില്ലെങ്കിൽ ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് സത്യം എന്നൊക്കെ പറയുന്നത്. എപ്പം പറഞ്ഞതാ? 57. അപ്പോൾ നേരത്തെ സത്യം. യെസ്, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് പോവാം. കുറച്ച് പ്രായമുള്ള ടീച്ചേഴ്സിനൊക്കെ ഒരുപക്ഷെ ഇതൊന്നും പിടിക്കണമെന്നില്ല. ക്ഷമിക്കുക, ലാസ്റ്റ് ദിവസമല്ലേ, ഇനി ഞാൻ ഉറപ്പിക്കൂല. യെസ്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ പ്രായമുള്ള ടീച്ചേഴ്സിന് ഉപയോഗിക്കാം കേട്ടോ. കാരണം നിങ്ങൾ പിന്നെ ഇതിനിഷ്ടമെങ്കിലെങ്കിലും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു പിന്നെ എന്തെങ്കിലും ഐഡിയാസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ കാര്യം മാത്രമേ പറയാവൂന്നും പറയുന്നില്ലല്ലോ. എനിത്തിങ് അല്ലേ ആസ്ക് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ എഡ്യൂവാർഡ്സിൻ്റെ സാമ്പിൾ ഓട്ടോ റീപ്ലൈ വാട്സപ്പ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ പൈസയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻവ, പിന്നെ എന്തൊക്കെയാണ് ക്യാൻവ, വാട്സപ്പ് ചാനൽ, ഗൂഗിൾ ഡ്രൈവ്, റാസർ പേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ വഴി പൈസയാക്കാനുള്ള പിന്നെ സെറ്റപ്പാണ്, ലിങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ decision checking does not depend on algorithm, work with sale, next logical step. യെസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ആശയം പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇതാ ഐ വാണ്ട് AI ക്ലാസ്സസ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ മറുപടി ഒന്ന് വായിച്ചു നോക്കിയേ. ഗുഡ് ഐഡിയ. അഥവാ ലാസ്റ്റ് ദിവസമായി ഇന്ന് ഇത് വെറും ഒരു സെറിമണി വെച്ച് പോകുന്നതിനപ്പുറം എന്തെങ്കിലും ജീവിതത്തിലേക്ക് വലിയൊരു ഐഡിയ തരിക എന്നുള്ള എൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത് കാണിച്ചു തരാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. പൊതുവേ അങ്ങനെ ഇങ്ങനത്തെ ചാറ്റുകളൊന്നും പൊതുവെ ആരും പറഞ്ഞു കൊടുക്കില്ല. വളർച്ചയുടെ കാര്യങ്ങളും ആരും പറയാറില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പിന്നീടും നിങ്ങൾ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല ഐഡിയ ആണ്, AI ക്ലാസ് ചെയ്യുക, പിന്നെ ബെറ്റർ മോണിറ്റൈസേഷൻ ഫിറ്റാണ്. അത് പരസ്യമൊന്നും വേണ്ട. നമ്മൾ പരസ്യത്തിന് കാത്തിക്കാന്ന് അറിയില്ല. കാരണം 10,000 അങ്ങനത്തെ ആൾക്കാരായാലാണ് ഇൻസ്റ്റയിൽ പിന്നെ പേയ്മെൻറ്റ് കിട്ടുക, പിന്നെ ഫേസ്ബുക്കിലും കിട്ടുക. 10,000 ടീച്ചേഴ്സ് കിട്ടണ്ടേ? ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു സ്കൂളിൽ ഒരു ടീച്ചറേ ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ 2 ആളുണ്ടെന്ന് കേട്ടു. അല്ലെങ്കിൽ പോസ്റ്ററിന് മാത്രമായിട്ട് ഉള്ള പരിപാടിയായിരുന്നു നമ്മളെ ടെംപ്ലേറ്റ് മാത്രം. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ടീച്ചറെ മാക്സിമം ജോയിൻ ചെയ്യുക. ഒരാളുടെ പോസ്റ്റർ ആക്കുന്നുണ്ടാവും മിക്ക സ്കൂളുകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഗ്രോത്ത് ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് എല്ലാ ടീച്ചേഴ്സിനും കിട്ടുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഓക്കെ. ഇത് പോസ്റ്റർ മാത്രമാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്തത്. കാരണം എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കാനായിരുന്നു സ്കൂളിൽ ഡ്യൂട്ടി ഉണ്ടായത്. അത് ഞാൻ മാക്സിമൈസ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിയാലിറ്റി ചെക്ക് എന്നോട് പറഞ്ഞത് AI തിയറി അല്ല പഠിപ്പിച്ചു കൊടുക്കണ്ടേ, കോഡിങ്ങും അല്ല ടീച്ചേഴ്സിന് AI തിയറിയും അല്ല വേണ്ട, കോഡിങ്ങും അല്ല വേണ്ടേ. നിങ്ങൾ ചോദിക്കുമോ എങ്ങനെ ഇത്രയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം പറഞ്ഞു തരുന്നു? പറഞ്ഞ എല്ലാവരും പറഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് നിങ്ങൾക്ക് വേണ്ടുന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഞാൻ മാത്രമല്ല,
എൻ്റെ കൂടെ നമ്മുടെ ടീമിൽ എജ്വാസ് ടീമിൽ ആരുമുണ്ട്? ChatGPT ഉണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് വേണ്ടത്, ടീച്ചേഴ്സിന് വേണ്ടത് എന്താ? റെഡി ടു യൂസ് ടൂളാണ്. പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റണം. ടൈം സേവിങ് വേണം. മലയാളം എക്സ്പ്ലനേഷൻ വേണം. നിങ്ങൾ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാം, മലയാളത്തിൽ എഴുതാമെന്ന് കണ്ടിട്ട് വന്നവരുണ്ടാവും. കാരണം AI ആണ്, മൊത്തത്തിൽ ഇംഗ്ലീഷാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. ആരെങ്കിലും ഇത് പഠിക്കാൻ നിൽക്കുക, നമ്മളൊക്കെ ഇത്രയും ഡിലേ ആയത് തന്നെ ഇത് പഠിക്കാൻ എന്തോ നൂലാമാലയാന്ന് വിചാരിച്ചിട്ടായിരിക്കും. സിമ്പിളാണ്, മലയാളമാണ്, ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ടീച്ച് ഹൗ AI സേവ്സ് 1 to 2 hour per day they will pay. നിങ്ങൾക്ക് ഒരു ദിവസം 1-2 മണിക്കൂറും ലാഭിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും പൈസ ചിലവാക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഈ കോൺഫിഡൻസ് ഹൈ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നമ്മളൊരു കാര്യം ChatGPT-നോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ChatGPT-ക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ ചില ഫാക്റ്റുകളൊക്കെ ചോദിച്ചാൽ തെറ്റാകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അവർ കോൺഫിഡൻസ് ചിലപ്പോൾ ലോ എന്ന് പറയും. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ വെരി ഹൈ ആണ്. ഓക്കെ, കോൺഫിഡൻസ് ചില ചാറ്റുകളിൽ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ പിന്നെ AI കോഴ്സിലേക്ക് വരുന്നു. AI കോഴ്സ് എന്ന് പറയരുത്, AI ടൂൾസ് എന്നാണ് പറയേണ്ടത് ടീച്ചേഴ്സിന്. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടില്ലേ, നിങ്ങൾ ചിന്തിക്കണ്ട അങ്ങനെ എല്ലാവരും പരസ്യത്തിൽ വന്ന്. എനിക്ക് പറ്റുന്നത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യും. നിങ്ങളും അങ്ങനെ ചെയ്യാവും. കണ്ണും പൂട്ടി എടുക്കരുത്. നിങ്ങളുടേതായ പഠനം വേറെയും വേണം, നിങ്ങളെ ബുദ്ധി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ പറയുന്നത്, ഒരു ടെക്നോളജിയും അറിയേണ്ടതില്ല. നോ ടെക്നോളജി നീഡഡ്. AI ടൂൾസ് ഫോർ ടീച്ചേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത് തന്നെ. അങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി അതോറിറ്റി എന്താണ്? ഓൾറെഡി ഹെൽപ്പ് ടീച്ചേഴ്സ് വിത്ത് ടെംപ്ലേറ്റ്സ്. ഞാൻ ഓൾറെഡി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് എന്തുണ്ടാവും, എന്നിലൊരു വിശ്വാസം ഉണ്ടാവും. കാരണം ഒരു വർഷമായിട്ട് ഇപ്പം നടക്കുന്നതാണല്ലോ. പിന്നെ ഓക്കെ, ഓഫേഴ്സ് എന്താക്കുക ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ട് 999. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ എടുക്കലില്ല. ഫസ്റ്റ് തന്നെ കോഴ്സിന് ഈ രീതിയിൽ ഇതാക്കാം. പിന്നെ കോഴ്സിന് ടൈറ്റിൽ കൊടുക്കേണ്ട എന്താ? AI ടൂൾസ് എവരി ടീച്ചർ ഷുഡ് നോ മലയാളം എന്ന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോർമാറ്റ് ലൈവ് ആണോ, സൂം ആണോ, ഗൂഗിൾ മീറ്റിംഗ് ആണോ, റെക്കോർഡഡ് ആണോ, വാട്സപ്പ് ആണോ, പിന്നെ ടോട്ടൽ പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂറാണ്. അതൊന്നല്ല നമ്മൾ ചെയ്തത്. മാക്സിമം ചെയ്യാം 10 മണിക്കൂറിന് മേലെ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. മിനിമം 10 മണിക്കൂർ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഇതാ മൊഡ്യൂൾ അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, AI ബേസിക്സ്. ഇതിൽ എനിക്കൊരാഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഡേറ്റും കൂടി കിട്ടണമായിരുന്നു. AI-ലിപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് കിട്ടുന്നില്ല, ഒരു സംഭവമില്ല. കിട്ടുന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആവും. നമ്മൾ ഓരോ സ്റ്റെപ്പ് നമുക്കിങ്ങനെ കാണാൻ പറ്റും, അടിപൊളിയായിരിക്കും. ഓക്കെ, പിന്നെ AI എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്കൂൾ എക്സാമ്പിൾ കൊടുക്കുക, ഉപയോഗിക്കാൻ പറ്റുന്ന ലെസൺ പ്ലാൻ കൊടുക്കുക, ChatGPT ഡെയിലി പ്ലാന്, ലേണിംഗ് ഔട്ട്കം, ബ്ലൂം ടാക്സോണമി, ക്വസ്റ്റ്യൻ, ലൈവ് ഡെമോ, ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാം വർക്ക്, ക്യാൻവ AI, ടീച്ചർ അഡ്മിൻ വർക്ക്, ഇങ്ങനെ പലതും തന്നിട്ടുണ്ട്. പിന്നെ പക്ഷെ എല്ലാം ഒന്നും നമ്മൾ എന്തായിട്ടില്ല, എടുത്തിട്ടില്ല. എനിക്കറിയാലോ, ഇപ്പോൾ തന്നെ നമ്മൾ പരമാവധി ചുരുക്കി വന്നിട്ടും ഇനിയും പറയാൻ ഒരുപാടുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങളിൽ പറയാനും ഒരുപാടുണ്ട്. ഒരുപാട് അറിയുന്നതൊന്നുമല്ല, മൊത്തത്തിലൊരിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ അറിയാം, മനസ്സിലാക്കുക എന്നുള്ള. അതുകൊണ്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ചോദിക്കുമ്പോൾ ചിലപ്പം പലതും നമ്മൾ പിന്നെ പറയാത്തത് പറയാൻ പറ്റും. അതാണ് നിരന്തരം ക്ലാസ്സുകളിലും എല്ലാവരെയൊക്കെ ചോദിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരാൻ മാത്രമല്ല, ഞാനും ചിലപ്പോൾ ആ സമയത്ത് പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സ്വാഭാവികമായിട്ടും ചിന്ത നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലോ. അപ്പോൾ ഞാനും വളരും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്രൈസിങ് മോഡലൊക്കെ പറഞ്ഞിട്ടുണ്ട് 999 രൂപ. പക്ഷെ നമ്മളങ്ങനെ ഇതാക്കിയിട്ടില്ല. 300 ടീച്ചർ വന്നാൽ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം 5 ലക്ഷത്തിൻ്റെ പരിപാടിയല്ല ഞാൻ ചോദിച്ചത്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ പരിപാടി സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നല്ല നമ്മളെ മാറ്റർ. ഇനി വർക്ക്ഷോപ്പ് വെക്കാം. പിന്നെ എന്നിട്ട് എന്താക്കുക, റിസോഴ്സ് ബണ്ടിൽ നിന്നും പറഞ്ഞിട്ട് പൈസ ആക്കാം. ഏത് പ്രോംപ്റ്റ് PDF കൊടുക്കുന്നു, ക്യാൻവ ടെംപ്ലേറ്റ്, റെക്കോർഡിംഗ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐഡിയാസാണ് ഇതൊക്കെ. ഓക്കെ, അതിന് പ്രൈസിങ് ഒന്നും നമ്മൾ പിന്നെ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. നല്ലൊരു ഐഡിയാസാണ് എല്ലാം. നമ്മൾ ഐഡിയാസ് എടുത്തിട്ടൊന്നുമില്ല. സ്കൂൾ ബാച്ച് കൊടുക്കാം. ഒരു സ്കൂളിന് 7099 റുപ്യക്ക് നമ്മൾ മൊത്തം ക്ലാസ് അടുത്ത ടീച്ചേഴ്സിനെ മൊത്തം പഠിപ്പിക്കുന്നു. ഓക്കെ, വർക്ക്ഷോപ്പ് വെക്കുന്നു. അതും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു
ഇത്രയും പൈസ ഒന്നും നടക്കൂല. ഒരു 2000-3000 ഒക്കെ സുഖമായിട്ട് എന്താക്കാം ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തു കൊടുത്താൽ എടുക്കാം. ഓക്കെ, കാരണം ഒരു ടീച്ചേഴ്സ് ഒരു സെറ്റ് മൊത്തമല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ ലോജിക്കും കൂടി ഉപയോഗിക്കണം. പിന്നെ ലൈവ് ക്ലാസ് 2 മണിക്കൂറിന് ഉള്ളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ്, ക്വസ്റ്റ്യൻ ആൻസർ, അപ്ഡേറ്റ്സ്, അപ്സെല്, അതൊക്കെ വേറെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ പരസ്യം കൊടുക്കേണ്ടത് എന്നുള്ളത്, റീൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്. ഐ ജനറേറ്റഡ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ 30 seconds. അങ്ങനെ പറഞ്ഞാൽ ആളിങ് വന്നോളൂ. പിന്നെ ദിസ് AI ടൂൾസ് റീപ്ലേസസ് 5 ആപ്സ് ടീച്ചർ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പരസ്യങ്ങളൊക്കെ പറഞ്ഞുതരും. കമൻറ്റ് AI ടു ജോയിൻ. ഇനി ഇതാ വർക്ക്ഷോപ്പിന് ഇങ്ങനെ, ഇതൊക്കെ ജസ്റ്റ് മാത്സ്. റിസ്ക് എന്താണ്? ടീച്ചേഴ്സ് ഫിയർ ടെക്, മലയാളം പ്ലസ് ലൈവ് ഡെമോസ്, റിസ്ക്, AI ചീറ്റിംഗ് മൈൻഡ് സെറ്റ്. പൊതുവെ ടീച്ചേഴ്സൊക്കെ അതൊക്കെ തെറ്റാടോ, അല്ല തട്ടിപ്പാ, അല്ല കറക്റ്റ് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് അതാ പറയുക, ഞാനടക്കം പറഞ്ഞത് അതല്ല എന്ത്. പക്ഷേ നമ്മളെന്താക്കണ്ടേ, അങ്ങനെയല്ല പറയേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ ആദ്യം നമ്മൾ ഫ്രീ ആയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, വെബിനാർ കൊടുക്കുക, എങ്ങനെ പിന്നെ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ മയക്കി എടുത്തിട്ട് മാറ്റാന്നൊക്കെ ഉള്ള ഐഡിയാസൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇതാ എന്നിട്ട് എന്നോട് അവസാനം, ഞാനിപ്പോൾ ചോദ്യത്തിന് ഉത്തരം ഇതാണ് അവസാനമായിട്ട് പറയുന്നത്. ക്ലിയർ വെഡിക്റ്റ് എന്താണ്? AI ക്ലാസ്സസ് ഫോർ ടീച്ചേഴ്സ് ആർ 100% വർത്ത് ഡൂയിങ് ഫോർ യുവർ നിച്ച്. എൻ്റെ ടീച്ചേഴ്സ് ആണല്ലോ എൻ്റെ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഉള്ളത്. അത് തീർച്ചയായിട്ടും എന്താക്കും, പെട്ടെന്ന് തന്നെ അവർ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്, വെരി ഹൈ ആണ്. അങ്ങനെ അതും പറഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഡിസൈൻ യുവർ എക്സാക്ട് ഫസ്റ്റ് AI വർക്ക്ഷോപ്പ് സിലബസ് ടൈമിങ്, റൈറ്റ് മലയാളം റീൽ സ്ക്രിപ്റ്റ്, ക്രിയേറ്റ് എ അബ്സ്റ്റൽ സ്ട്രക്ചർ, ഔട്ട്ലൈന് വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ കൺവേർട്ട് യുവർ വൈറൽ റീൽസ് ഇൻ ടു ബയേഴ്സ് നോട്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങനൊരു വിഷയം വന്നു. ഇതിലങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ സിസ്റ്റത്തിലില്ല, മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ ഏത് ഭാഗമാണ് ഡൗട്ടുള്ളത് അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുള്ളത് അവിടെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താവും, അവിടെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്ന റീപ്ലൈ എന്ന അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. അത് ചെയ്താൽ അതിൻ്റെ മാത്രം ഡൗട്ടായിട്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയോ ഒരു സംഭവം വന്നിരുന്നു, അത് എനിക്ക് തിരിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ അത്, അപ്പം പറഞ്ഞ് യു ആർ പോയിൻറ്റിങ് അറ്റ് കൺവേർട്ട് യുവർ വൈറൽ റീൽസ് ഇൻ ടു ബയേഴ്സ് നോട്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞതിനാണ് ചോദ്യം ചോദിച്ചത്. ഹെയർ ഇസ് എ ക്ലിയർ പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ, നോ സ്ലോഗൻസ്. എന്താ വാട്ട് ദ സെൻറ്റൻസ് ആക്ച്വലി മീൻസ് പ്ലെയിൻ ലാംഗ്വേജ്, എ വൈറൽ റീൽ ഗിവ് യു അറ്റൻഷൻ നോട്ട് ഇൻകം. ഒരുപാട് ആൾ കണ്ടതുകൊണ്ടൊന്നും കാര്യമില്ല, റീല് കാണുക എന്നുള്ളതല്ല കാര്യം. നമുക്കെന്താ വേണ്ടത്? പറഞ്ഞിരുന്നത് അറ്റൻഷൻ, ഇൻകം അല്ലേ വേണ്ടത്. അപ്പോൾ റീലും വ്യൂവും ലൈക്കും അതൊന്നും കിട്ടിയതിനെ കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടതെന്നാ റീല് വേണമെങ്കിൽ ഇടുക, സ്പെസിഫിക് പ്രോബ്ലം, സമൂഹത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കുക, എന്നിട്ട് എന്താക്കുക, ക്ലിയർ നെക്സ്റ്റ് ആക്ഷൻ, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പൈസ വാങ്ങുക. അതല്ലേ വേണ്ടത്. എത്ര സുന്ദരമായിട്ട് മറുപടി പറയുന്നത് നോക്കിയേ. ഇതൊക്കെ ശരിക്കും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ടീം, അഥവാ നമുക്ക് ഫൈനാൻഷ്യലായിട്ട് അഡ്വൈസ് തരുന്ന ടീമുണ്ട് പല കാര്യങ്ങളും, ഇൻവെസ്റ്റ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ. സെബി പോലത്തെ റെഗുലേറ്ററി ഒക്കെ പിന്നെ നിയന്ത്രിക്കുന്ന ബിസിനസ് ഫീൽഡിലുള്ള പല സംഭവങ്ങളുണ്ട്. അവരൊക്കെ പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ അടുത്ത് പോയാൽ ഇങ്ങനത്തെ തന്നെയാണ് കിട്ടുക. പിന്നെ ബിസിനസ്സിൻ്റെ ക്ലാസ്സുകളിൽ പോയാൽ ഇതെല്ലാം തന്നെയാണ് കിട്ടുക. യെസ്, അത് എൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ നിങ്ങൾ, വെരി സിമ്പിളാണ് ചോദ്യങ്ങളെ, വിശദമായിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഇതൊരു ടൈം പാസ് പോലെ ഇങ്ങനെ ചോദിച്ചു വിടുന്നതാ. കൃത്യമായിട്ട് വേണമെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നും ചോദിക്കണം. അങ്ങനെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഓരോരോ പരസ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും കൂടുതൽ വായിക്കുന്നില്ല, ഞങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ രീതിയിലൊക്കെ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോംവർക്കിൻ്റെയും ക്യാൻവൻ്റെയും മറിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പലതും. അതിൽ ക്യാൻവ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ക്യാൻവയുടെ നിലവിൽ ഇപ്പോൾ ആവശ്യമില്ലല്ലോ. ചാറ്റ് GPT ജെമിനിയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ക്യാൻവക്ക് എന്ത് പ്രസക്തിയാണ് നിലവിൽ. ക്യാൻവ അപ്ഡേറ്റ് ആവുന്നുണ്ട്, അത് വേറെ വിഷയം. ആ സമയത്ത് നമുക്ക് അന്നേരം ആലോചിക്കാം. ലെസൺ പ്ലാനിങ് ഇങ്ങനെ ഓരോന്ന്. യെസ്, പിന്നെ ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്താൽ ഇത് ലെസൺ പ്ലാനിങ് വിത്ത് AI അത് ചോദിക്കുന്നുണ്ട്.
ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞാൻ ലെസൺ പ്ലാനിങ്ങിൻ്റെ എന്തോ വിഷയം വന്നപ്പോൾ ഞാനത് ടാഗ് ചെയ്തിട്ട് ചോദിച്ചു, എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ലെസൺ പ്ലാനിങ് ആയിട്ട് എന്താണ് മീനിങ് ഉദ്ദേശിക്കുന്നത്, ടു ഡ്രാഫ്റ്റ് സ്ട്രക്ചർഡ് ആൻഡ് റിഫൈൻ ലെസൺ പ്ലാൻ ഇൻ മിനിറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹവേഴ്സ്. ഓക്കെ, while the teacher stays fully in control. It does not replace the teacher, it removes repetitive work. നമ്മൾ സ്ഥിരം ചെയ്യലാണല്ലോ, അതൊക്കെ ഒഴിവായി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണലായിട്ട് എന്താ നമ്മൾ ചെയ്യാറ്, റൈറ്റ് ഒബ്ജക്റ്റീവ് മാനുവലി അങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യും. വിത്ത് എ ആകുമ്പോൾ ടീച്ചേഴ്സ് ഗീവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, എ ജനറേറ്റ്സ് എ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്രിയേറ്റീവ് ലെസൺ പ്ലാനിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടില്ല. നമ്മൾ വേറെ മെത്തേഡുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല രീതിയിൽ, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എഡ്യൂവാർഡ്സ്. ഒരു ബന്ധമില്ല. ഇവിടെ ഇപ്പോൾ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, തിരുവനന്തപുരം വരെയുള്ള പല ജില്ലകളിലും ടീച്ചേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും പങ്കെടുക്കാറില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല, അത് വേറെ പ്രശ്നം, അത് അവരുടെ ജീവിത വിഷയങ്ങൾ. പക്ഷെ അവിടെ എത്തി എങ്ങനെ, AI കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ആയി. പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എക്സ്പ്ലെയിൻ. ഇനിയിപ്പോൾ ഇതാ ടീച്ചേഴ്സ് ക്യാൻ എക്സ്പ്ലെയിൻ ദ ലെസൺ പ്ലാൻ ഇൻ സിമ്പിൾ മലയാളം ഫോർ ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ നമ്മൾ ഒഴിവാക്കി മലയാളത്തിൽ തന്നെ ചോദിക്കുന്ന രീതിയായിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പലതും അങ്ങനെ ചോദിച്ച് പോയി നിങ്ങൾ ലാസ്റ്റോട്ടൊക്കെ വന്നാൽ ഇതാ ഞാൻ പരസ്യം ചെയ്തത് പോലും ഇത് ChatGPT ആണെന്ന് തോന്നുന്നു, ജെമിനൈ ആണെന്ന് തോന്നുന്നു. ആ സ്റ്റാർട്ടിങ് ടൈമിലാണ്. അപ്പോൾ പിന്നെ സിസ്റ്റം സെറ്റപ്പ് ഒന്നും ഇല്ല, ജസ്റ്റ് ഫോണിൽ ഫസ്റ്റ് ബാച്ച് തുടങ്ങി. ഇത് ശരിയാക്കി കൂടുതൽ കൺവേർട്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ പുനരചിച്ച പതിപ്പാണ്. അർത്ഥം മാറ്റിയിട്ടില്ല, ഭാഷയും വിശ്വാസ്യതയും ക്ലിയർ, CTM മെച്ചപ്പെടുത്തിയിട്ട്. പരസ്യം പോലും നിങ്ങൾ കണ്ട പരസ്യം പോലും അത് AI വകയാണ്. യെസ്, നിങ്ങൾക്ക് AI ക്ലാസ് എടുക്കാനുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസും അത് തന്നെയാണ്. ഈ എഡ്യൂവാർഡ്സ് ഈ രീതിയിൽ ഒന്നും അറിയാത്ത നമ്മൾ ഇപ്പോൾ ടെക്കികളായിട്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ജനിച്ച് വളരുന്ന തന്നെ ഇതിൽ തന്നെ ആയിരിക്കും. പൊതുവെ ടീച്ചേഴ്സ് നമ്മൾ അധികം അങ്ങനെ പൊതുവേ കളിക്കുന്ന ഒരു ശീലം ഉണ്ടാവാറില്ല. കളിക്കാറുണ്ടെങ്കിലും വല്ലാണ്ട് അങ്ങനെ ഇറങ്ങി കളിക്കില്ല, ജസ്റ്റ് സ്കൂളിൽ പോകാന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, സിലബസ് അടക്കോ. ഓക്കെ, ഹെഡിങ് മാത്രം ഞാൻ പറയാൻ ചോദിച്ചു. സിമ്പിളാണ്, എൻ്റെ പ്രോംപ്റ്റൊക്കെ ശ്രദ്ധിച്ചു. ഓക്കെ, സിമ്പിൾ ബേസിക് AI ഇൻട്രൊഡക്ഷൻ പഠിപ്പിക്കണം ആദ്യം. AI പ്രോംപ്റ്റ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് അതായിരുന്നു. ഇമേജ് ക്രിയേഷൻ, പോസ്റ്റർ ഡിസൈന്, വീഡിയോ ക്രിയേഷൻ നമ്മൾ പിന്നെ 2 ബാച്ചായിട്ടാണ് എടുത്തത്. ടീച്ചിങ് മാനുവൽ, ഓട്ടോമേഷൻ ഇന്നിപ്പം പറഞ്ഞതുണ്ടല്ലോ, അതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്, അഥവാ സ്ഥിരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഷെഡ്യൂൾ ചെയ്യുന്നത്, ക്വിസ് ക്രിയേഷൻ അത് പഠിച്ചിട്ടുണ്ട്. ബെസ്റ്റ് പ്രാക്ടീസ് ഇതൊക്കെ ഫസ്റ്റ് ബാച്ചിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ മ്യൂസിക് ക്രിയേഷനും പോലത്തെ ചില കാര്യങ്ങളൊക്കെ സ്ലൈഡൊക്കെ പിന്നീട് ആഡ് ചെയ്തതാണ്, പിന്നീട് അപ്ഡേറ്റ് ആയതാണ് ജെമിനിയിലൊക്കെ. ആ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഇതാ സമയമൊക്കെ കൊടുത്തു. ഇങ്ങനെ രസകരമായൊരു ജേണിയാണിത്. കൂടുതലായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് ഷെയർ ചെയ്താൽ ചുമ്മാ അത് കോപ്പി കിട്ടുകയെന്നറിയുക. യെസ്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇൻട്രസ്റ്റഡ് ആയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ. ചാറ്റ് ഇങ്ങനെ വായിക്കാം, രസമാണ്. കുറേ മണ്ടത്തരമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, ഒക്കെ ക്ഷമിക്കുക. ഇപ്പോൾ ആളറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് വരാമെന്നില്ല. യെസ്, ഇങ്ങനെ പരസ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു. അഥവാ എഡ്യൂവാർഡ്സിൻ്റെ കംപ്ലീറ്റ് എക്സ്റേ സ്കാനിങ്, MRI സ്കാനിങ്ങാ കംപ്ലീറ്റ് ആണ് ഇത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ എഡ്യൂവാർഡ്സൊക്കെ എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ, ഇനി എത്തുന്നില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തിരിച്ച് ഒരു 2-5 ഒക്കെ കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുന്നതാണെങ്കിൽ എന്ത് രസമുണ്ടാവും. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരിക്കില്ലേ. 5 കൊല്ലം മുമ്പേ കഴിഞ്ഞ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോറായിട്ട് കിട്ടുമോ? നമ്മൾ ഡയറി എഴുതി വെക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഡയറി ഇതന്നെ ഒരു ഡയറിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, അത് തീരില്ല. യെസ്, ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ കാണൂലേ ഞങ്ങളുള്ള ഈ ബാച്ച്? ഓക്കെ ഓക്കെ, അത് നമുക്ക് പറയാം ടീച്ചറെ. യെസ്, അല്ലെ അത് അടുത്ത ഘട്ടത്തിൽ പറയാം. എന്തുണ്ട് മൊത്തത്തിൽ സംഭവം? സെറ്റപ്പ് അല്ലേ? അഥവാ ലോകം മാറി. ലോകം മാറുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇതിനൊക്കെ വലിയ എന്തൊക്കെയോ ലോകത്ത് നടക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസം മുന്നേ നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ അയച്ചിരുന്നു. ഏത് പിന്നെ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചു ആര്? എ ഐ. ആ, എ ഐ കണ്ടുപിടിക്കുകയാണ് ആൻറ്റിബയോട്ടിക്. പിന്നെ ഭയങ്കര ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്തു ഏതോ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധപ്പെട്ടിരുന്നോ എന്നറിയില്ല. ഏതാ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതാണ് ഒരു പ്രശ്നം. എ ഐ വർക്ക്, എ ഐ വെക്കേഷൻ ബാച്ച് ഡിസ്കഷനിലിട്ടിട്ടുണ്ടാവും മിക്കവാറും. യെസ്, ഇതെല്ലാം ഞെട്ടിക്കുന്നതാണ്, ചെറുതൊന്നുമല്ല. നമ്മളെ കാര്യങ്ങളൊന്നും ഒന്നുമല്ല ഇതിൽ. ഇതാ നമ്മൾ ഇട്ടൊരു പോസ്റ്റാണ്, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വായിച്ചാൽ മതി. പ്രോട്ടീൻ ഫോൾഡിംഗ് എന്ന് പറയുന്ന, അഥവാ ശാസ്ത്രജ്ഞന്മാർ 50 വർഷം കൊണ്ട് ആകെ കണ്ടുപിടിച്ചത് 1.94 ലക്ഷം പ്രോട്ടീൻ ഘടനകളാണ്. പക്ഷേ ആൽഫ ഫോൾഡ് എന്ന് പറയുന്ന എ ഐ 3 വർഷം കൊണ്ട് 21.4 കോടി. ഓക്കെ, ഇവിടെ ലക്ഷമാണ്, ഇവിടെ കോടിയാണ് എണ്ണം പ്രവചിച്ചിട്ടുണ്ട്. ഭൂമിയിലെ എല്ലാ പ്രോട്ടീനും ഇതിൽ ഉൾപ്പെടുന്നതൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അതൊക്കെ വേറൊരു വശമാണ്, ശരിയോ തെറ്റോ അതിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലോ, അതൊന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് എ ഐയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പുതിയ ആൻറ്റിബയോട്ടിക് കണ്ടെത്തി. 107 ദശലക്ഷം തന്മാത്രകളെക്കുറിച്ച് പഠിച്ച ശേഷം MITയുടെ എ ഐ ഹാലിസിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയിട്ടുണ്ട് പോലും. ഭൂമിയിലുള്ള നിലവിലുള്ള മറ്റെല്ലാ ആൻറ്റിബയോട്ടിക്കുകളെക്കാളും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയയെ പോലും നശിപ്പിക്കാൻ ഹാലിസിന് സാധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. പിന്നെ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് തയ്യാറാക്കണമെങ്കിൽ എന്ത് വേണം? മാസങ്ങൾ വേണ്ടി വരും. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വീഡിയോ ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് സംഭവം സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഹെൽത്ത് ഫീൽഡിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ആശങ്കയും ഉണ്ട്. നോക്കാം എന്താവുന്നുള്ളത്. ലോകം ഇതിന് പിറകെ ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്യേണ്ട പണിയല്ലല്ലോ. പിന്നെ ഗൂഗിളിൻ്റെ അവസാന 3 തലമുറയിലെ TPU ചിപ്പുകളുടെ ലേഔട്ട്, ചിപ്പിൻ്റെ ലേഔട്ട് നിർമ്മിക്കുന്നത് AI ആണ്. എത്ര ദിവസം കൊണ്ട്? ദിവസമല്ല, 3 മണിക്കൂർ. അല്ല 3 മണിക്കൂറുകൾ കൊണ്ട്. പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ക്രിസ്റ്റൽ ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. AI വരുന്നതിന് മുമ്പ് മനുഷ്യർക്ക് ആകെ കണ്ടെത്താനായത് 48,000 ക്രിസ്റ്റലുകളായിരുന്നു. പക്ഷേ അതോ മനുഷ്യൻ 800 വർഷം കൊണ്ട് ചെയ്യുന്നത് AI എത്ര സമയം ഇത് പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളെ നമ്മൾ പിന്നെ കാലാവസ്ഥ പ്രവചനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. അത് 10 ദിവസത്തെ കാലാവസ്ഥ പ്രവചനം വെറും 1 മിനിറ്റിനുള്ളിൽ, ഒരു സിംഗിൾ ചിപ്പിൽ. ഗണിതശാസ്ത്ര റെക്കോർഡ്, വോൾക്കർ സ്ട്രാസൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ 4x4 മാർച്ചുകൾ കാണിക്കാൻ 53 വർഷത്തോളം ഈ റെക്കോർഡ് തകർക്കപ്പെടാന്ന്. 53 വർഷം ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. 2022 ഡീപ്പ് മൈൻഡിൻ്റെ ആൽഫ ടെൻസർ വെറും 43 സ്റ്റെപ്പുകളുടെ ഈ ലോകത്തെ ഈ റെക്കോർഡ് തകർത്തു. 47 സ്റ്റെപ്പ്. പിന്നെ ഒരു മനുഷ്യൻ അത്ര 10,000-1 മാത്രമായിരുന്നു. അതൊരു തെറ്റായ നീക്കമാണെന്ന്. കാരണം എന്നാൽ ആ മത്സരത്തിൽ ആൽഫാഗോ ജയിച്ചു. ആൽഫാഗോ എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ ജയിച്ചു പോലും. പിന്നെ ഫൈറ്റർ, ഇത് ഞെട്ടിക്കുന്ന 2020 ഓഗസ്റ്റിൽ 2000-ലധികം മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള, അഥവാ 2000-ലധികം മണിക്കൂർ എന്തായിട്ടുണ്ട്, ഒരു US എയർഫോഴ്സ് ഒരാൾ പറത്തിയിട്ടുണ്ട്. അയാളെ നേരിടാൻ പിന്നെ ഡാർപ്പ എന്ന് പറയുന്ന ഒരു AI ടൂള് ഉണ്ടായിരുന്നു. അത് 5 ആകാശയുദ്ധങ്ങളിൽ 5-0 എന്ന നിലയിൽ വിജയിച്ചു.
മനുഷ്യ പൈലറ്റിന് ഒരു തവണ പോലും എഐയെ ലക്ഷ്യം വെക്കാൻ കഴിഞ്ഞില്ല. എവിടെയൊക്കെ ലോകം പോകുന്നത്? യെസ്, ലോകം ഭയങ്കര മാറ്റത്തിലാണ്. നമ്മൾ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആയി പോയത്. ഇതിപ്പോൾ ഒന്ന് കയറിയപ്പോഴാണ് നത്തിങ് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നത്. ഇതൊക്കെ നമുക്കിപ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? ഒരാഴ്ച മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവിശ്വസിക്കുമായിരുന്നു. അങ്ങനെ നടക്കുക, ഏയിക്ക മെഷീനല്ലേ എന്നുള്ള ചിലപ്പോൾ ചോദ്യം വരുമായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. കാരണം എന്താ? അത് നിങ്ങൾ പലതും നിങ്ങൾ തന്നെ അനുഭവിച്ചവരാണ്. സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ പേടിയോടെ ഇതൊന്നും നമുക്ക് നടക്കില്ല എന്ന് തോന്നിയ, കോൺഫിഡൻസ് ഇല്ലാതെ വന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ലോകത്ത് ഇതിനായിട്ട് മാറ്റിവെക്കുന്ന, കോടികൾ മാറ്റിവെക്കുന്ന ശാസ്ത്രജ്ഞന്മാരും കമ്പനികളും ഉള്ള സ്ഥിതിക്ക് എവിടെയൊക്കെ ലോകം പോകുന്നത്? അടുത്ത തലമുറ അതെങ്ങനെയാണ് വരുന്നത്? അതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ച് പോവുകയാണ്. സ്കൂൾ ടീച്ചിങ്ങിൻ്റെ ഭാഗം തന്നെയാണിത്. അടുത്ത തലമുറയെ വളർത്തിയെടുക്കല്ലേ നമ്മുടെ ഡ്യൂട്ടി. എൻ്റെ സ്കൂളിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര അപ്ഡേറ്റഡാണ്. വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ മൂപ്പറ ചെയ്യാം. പക്ഷേ അപ്ഡേറ്റഡ് ആയിരുന്നത് AI വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഒരു വർക്ക് കൊടുത്തപ്പോൾ ഈ മാഷോട് പറയാം, മാഷ് ഇതൊക്കെ എന്ത് ജെമിനൈ സെക്കൻഡ് കൊണ്ട് ചെയ്തു തരൂലേന്ന്. അന്ന് മാഷ്ക്ക് ജെമിനൈ അറിയില്ല. 2ാം ക്ലാസ്സിലെ കുട്ടിയാണ് ഈ ജെമിനയെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റഡ് ആണ്, എത്ര അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാലും പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്താലും കാലം അതിനേക്കാൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് നമ്മൾ മാറി തന്നെ ചെയ്യണം. ഓക്കെ, ഇനിയും അപ്ഡേഷൻ. ഇപ്പോൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മളിപ്പം പറയുന്നത് 2 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും ആയിരിക്കില്ല. ഇതൊന്നും ഒന്നും ആയിരിക്കില്ല. ഇതിന് വലിയ എന്തൊക്കെയോ വരാനുണ്ടാകും. ഓക്കെ, നമ്മൾ പരമാവധി അപ്ഡേറ്റ് ആവുക. അതിൽ ഏറ്റവും വലിയ മാതൃകയാണ് ഈ പറഞ്ഞ വയസ്സുള്ള ടീച്ചേഴ്സൊക്കെ. ഭയങ്കര മാതൃകയാണ്. അവരെ ആ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, അതൊക്കെ നമ്മൾ യുവ ടീച്ചേഴ്സ് മാതൃകയാക്കേണ്ടതാണ്. അവർക്ക് ഇപ്പോൾ ഇതിനെക്കൊണ്ട് ചിലപ്പോൾ ഒരുപാട് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ ഇതെന്താണെന്നുള്ള പഠിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ യുവ ടീച്ചേഴ്സ് എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. പലതും എന്തൊക്കെയോ ലോകത്ത് വരാനുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, എഡ്യൂആർട്സ് നമ്മളിങ്ങനെയൊക്കെ വന്നല്ലോ. പിന്നെ ആദ്യമായിട്ട് ഒരു പെയ്ഡായിട്ടുള്ളൊരു സംഭവം തുടങ്ങുന്നത് AI ക്ലാസ്സാണ്. അപ്പോൾ അതിന് മുമ്പ് അതിനിടയിലും ഒരുപാട് കാര്യങ്ങൾ എഡ്യൂആർട്സ് ഫോളോ ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ജെമിനൈയുടെ ഈ ഫ്രീ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ പെർപ്ലെക്സിറ്റി എന്ന് പറയുന്ന എയർടെൽ യൂസേഴ്സിനുള്ള ഒരു ഓഫർ. അപ്പോൾ ഈ ഇപ്പം പറഞ്ഞ ജെമിനൈ 35,000 രൂപയുടെ പ്ലാനാണ്. ചെറിയ പ്ലാനൊന്നുമല്ല. അത് നമ്മൾ പൈസ കൊടുക്കുന്നതാണെങ്കിൽ 35,000 രൂപ വേർത്തിയാണ്. അതിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ സിം എടുത്താലും നഷ്ടമില്ല. ചില അധ്യാപകർ എടുത്തല്ലോ. അതുപോലെ പിന്നെ പെർപ്ലെക്സിറ്റിയുടേതും അതുപോലെ തന്നെ ഏകദേശം ആ റേഞ്ച് തന്നെ വരും. പിന്നെ നമ്മൾ കൊടുത്ത ഓഫറാണ് ChatGPT. 1 വർഷത്തേക്ക് ഇന്ത്യക്കാർക്ക് അൺലിമിറ്റഡ് ഫ്രീ കൊടുത്തിട്ടുണ്ട്. ആ ChatGPT ഞാൻ ഉപയോഗിക്കുന്നത് 1 വർഷം. അതും ഞാൻ ഇൻസ്റ്റയിലോ വാട്സപ്പിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടാണെന്നറിയില്ല. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഫ്രീ പ്ലാന് തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ നമ്മൾ തരുന്നതെന്നല്ല, ഇത് അറിയണ്ടേ. ഇപ്പം പലരും ഈ ഗ്രൂപ്പിൽ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. അറിഞ്ഞവരുണ്ടാവും അപൂർവമായിട്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ കണ്ടെത്തി റിസർച്ച് ചെയ്തിട്ട് എത്തിക്കാനൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ഇത് നോക്കി നിൽക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ പിന്നെ നിരന്തരം സെർച്ച് ചെയ്യുന്നത് തന്നെയാണ് വരിക, സംശയമില്ല. പക്ഷെ നിരന്തരം അത് സെർച്ച് ചെയ്യണ്ടേ? ഓരോ ആൾക്കാർക്ക് ഓരോ ഇൻട്രസ്റ്റ് അല്ലേ ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചല്ലേ നിങ്ങളുടെ അൽഗോരിതം വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെറുതെ ഒരു കോഴ്സിനും ചേരാതെ നിന്നാൽ തന്നെ 1 ലക്ഷം രൂപ ഏകദേശം വേർത്തിയായിട്ടുണ്ടാകും. അതിനപ്പുറം പോസ്റ്ററുകൾ നമ്മൾ ഒരു 100-ലധികം പോസ്റ്ററുകൾ, എണ്ണമൊന്നും അറിയില്ല, 100-ലധികം പോസ്റ്ററുകൾ കഴിഞ്ഞ വർഷം ടെംപ്ലേറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അഥവാ ഞാൻ എന്തായാലും ചെയ്യുന്നു അത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തിരുന്നു. പിന്നെ അതിലും നല്ലൊരു സംഖ്യ ലാഭം വരേണ്ടതാണ്. അഥവാ നമ്മളതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ചെറിയ പണിയൊന്നുമല്ലല്ലോ ഓരോ പോസ്റ്റർ ആക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ പിന്നെ ടെംപ്ലേറ്റുകൾക്ക് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ കണ്ടിട്ടുണ്ടാവും SLCയുടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലിപ്പോൾ പിന്നെ ക്യാൻവ വരില്ല എന്നും പറയുന്നില്ല. പിന്നെ കാലം മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് തുടരണം എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളിലും. അപ്പോൾ തുടരാൻ ശ്രമിക്കും എന്നാണ് ഒന്ന് പറയാനുള്ളത്.
പിന്നെ അടുത്തത് ഈ ഗ്രൂപ്പ് തുടരണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അഥവാ നിങ്ങൾ പൊതുവേ പിന്നെ നമ്മൾ ടീച്ചേഴ്സ് കുറച്ചൊരു സൈലൻ്റ് ആയിരിക്കും, അങ്ങനെ അധികം ചർച്ചയ്ക്ക് നിൽക്കില്ല. പലപ്പോഴും പോൾ ഇട്ടാൽ തന്നെ ഇപ്പോൾ 56-ൽ 13 ആളെ പോൾ ചെയ്തത്, പലരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ ഒരു രീതിയാണ് പൊതുവെ ഉണ്ടാകാറ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 12 ആളേ ഉള്ളൂ, 12 9 19. പിന്നെ അപ്പോൾ നിങ്ങളായിരിക്കും, ഞാനിപ്പോൾ എനിക്ക് ഓരോ ആളെയും അറിയുകയും ചെയ്യില്ല, ഞാൻ അങ്ങനെ ഡയറക്റ്റ് അറിയുന്നില്ല. പെട്ടെന്ന് മെസ്സേജ് കാണുമ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഗ്രൂപ്പുകൾ കണ്ടില്ലേ, ഇപ്പോൾ 10-15ഓളം എജുവാർഡ്സിന് ഗ്രൂപ്പുകളുണ്ട് പല രീതിയിലായിട്ടുള്ളത്. അപ്പോൾ ഏതിൽ നിന്നാണ് മെസ്സേജ് വരുന്നതെന്നൊക്കെ ചിലപ്പോൾ തിരിയാതിരിക്കും. പക്ഷെ നിങ്ങളെ കോഴ്സിന് ചേർന്ന എല്ലാവരും ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ചിലപ്പോൾ ആരെങ്കിലും സ്റ്റാറ്റസ് കണ്ടില്ലെങ്കിൽ പിന്നെ ആന്ന് കണ്ടാൽ സപ്പോർട്ട് ചെയ്യും. വീഡിയോ ഫസ്റ്റ് ടൈമിൽ വലിയ വീഡിയോ കണ്ടിട്ട് ഞാൻ അവരൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ എല്ലാവരും 7-8 സെക്കൻഡ് അയക്കുന്ന സമയത്ത് 1 മിനിറ്റിന് വീഡിയോ ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും വിചാരിക്കേണ്ട ഇതെന്താ പിന്നെ ആ ടീച്ചറെ മാത്രം എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ മെത്തേഡ് അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവരും വലിയത് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങൾ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ചെയ്താൽ എജുവാർഡ്സിനെ കൊളാബ് ചെയ്യാം. അത് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു സംഭവമാണ്. ഈ കൊളാബ് എന്നൊക്കെ പറഞ്ഞാൽ അതിലുള്ള 2 ചാനലിലുള്ളവരും കാണും. ആ രീതിയിലാണ് കൊളാബ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻസ്റ്റയിൽ ആരൊക്കെ കാണുമോ അതുപോലെ തന്നെ എജുവാർഡ്സിൻ്റെ ഇൻസ്റ്റയിൽ ആരൊക്കെ ഉണ്ടോ അപ്പുറം ഇപ്പുറം പരസ്പരം കാണാൻ പറ്റുന്നൊരു സംവിധാനമാണ്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് സക്സസ്ഫുൾ ആയിട്ടില്ല. നിങ്ങളുടെ ഓരോ ക്ലാസ്സിൻ്റെയും വർക്കുകൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല, പരമാവധി ഹെൽപ്പ് എജുവാർഡ്സിൻ്റെ ഭാഗത്ത്. എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, 1 മുതൽ 10 വരെയുള്ള എല്ലാ ടെക്സ്റ്റിൻ്റെയും വീഡിയോ ചെയ്യുക. കുറച്ച് പ്രൊഫഷണൽ വേറെ ഐഡിയാസൊക്കെ ഉണ്ട്, നമ്മൾ വെറുതെ ജസ്റ്റ് ചെയ്യാമെന്നല്ല. ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടന് ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ ഡാർവിൻ്റെ ഒരു സിദ്ധാന്തം, അത് നമ്മൾ ഐസക് ന്യൂട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പണിയുണ്ടോ? നിങ്ങൾ പഠിച്ചില്ലേ? അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കണോ, ഐസക് ന്യൂട്ടൻ ഇങ്ങനെ പറയുന്നു, ഞാനാണ് ഐസക് ന്യൂട്ടൻ, ഞാൻ കണ്ടുപിടിച്ചതാണ്. അത് കുട്ടികളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എന്ത് ഭംഗിയുണ്ടാവും, എന്ത് കൗതുകം ഉണ്ടാവും, എത്ര സിമ്പിളായിട്ട് മനസ്സിലേക്ക് കയറും. അതുപോലെ ആളെ കാണുമ്പോൾ തന്നെ തിരിയില്ല ഐസക് ന്യൂട്ടനാണ് ഇതെന്ന്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളെ എഡ്യൂക്കേഷണൽ സിസ്റ്റം മാറ്റാൻ പറ്റും. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല, കാരണം ഒരുപാട് കാര്യങ്ങളിടയിൽ ഒന്നും നടക്കില്ല. നിങ്ങൾ ഓരോരോ ക്ലാസ്സിൻ്റെയും ടീച്ചേഴ്സ്, ഞാൻ പറഞ്ഞിരുന്നു ആരും വന്നിട്ടില്ല, സ്വമേധയെ ഏറ്റെടുത്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റിൻ്റെ കാര്യം പേടിക്കേണ്ടതില്ല. അഥവാ പിന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ട് വീഡിയോ തീർന്നു പോകുമെന്നുള്ള കാര്യം ആരും പേടിക്കേണ്ടതില്ല. അത് എജുവാർഡ്സ് വഴി തന്നെ ചെയ്യും. വേറെയും ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ആ പ്ലാനൊക്കെ റീചാർജ് ചെയ്തിട്ട് എല്ലാവർക്കും പിന്നെ നമ്മുടെ ടീമിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇമെയിൽ ID തരും. അത് പേടിക്കേണ്ടതില്ല. അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചെയ്താൽ നമ്മൾ ഈ അധ്യാപക സമൂഹത്തിന് മൊത്തത്തിൽ കൊടുക്കുന്ന വലിയ ഒരു കാര്യമായിരിക്കും. അത് നമ്മളിപ്പോൾ യൂട്യൂബിൽ അങ്ങേറ്റം ചെയ്ത് വെച്ചാൽ എല്ലാ വർഷവും എല്ലാവർക്കും ഉപയോഗിക്കാം. ഒരു 4 വർഷം എന്തായാലും ഉപയോഗിക്കാം. എപ്പോഴാണ് പുസ്തകം മാറുന്നതെന്നുള്ളത് അറിയില്ല. ഇല്ലെങ്കിൽ എത്രയോ കാലം ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഒരിക്കൽ ഉപയോഗിച്ചാലും ലാഭം തന്നെയാണ്. കാരണം നിങ്ങളെന്തായാലും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ആക്കുന്നുണ്ടല്ലോ. അത് എജുവാർഡ്സിൻ്റെ രീതിയിലാക്കണമെന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കും ക്ലാസ്സിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പറ്റുന്നവരൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ ഗ്രൂപ്പ് നിങ്ങൾ തുടർന്ന് നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് വർക്ക് ഗ്രൂപ്പ് ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രയാസമാകും, കാരണം അടുത്ത ബാച്ച് അതിലേക്ക് കയറിയിട്ടുണ്ട്. അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാകും. അത് വേണമെങ്കിൽ ലെഫ്റ്റ് അടിക്കാൻ കുഴപ്പമില്ല. നമ്മളെ മെയിൻ ഗ്രൂപ്പ് ഉണ്ടാവും, ഇത് ബാച്ച് വെക്കേഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ട്, അതാണ് നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പ്. അതിൽ പിന്നെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളൊരു കമ്മ്യൂണിറ്റിയായി ഒരു ടീമായിട്ട് ചെയ്താൽ എന്തൊക്കെയോ ചെയ്യാം. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. ഡൗട്ട് ക്ലിയറൻസ് നിർബന്ധമായിട്ടും ഉണ്ടാവും. അഥവാ പിന്നെ എജുവാർഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളൊക്കെയാണല്ലോ. ഞാനീ പറഞ്ഞ എജുവാർഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് കാമ്പ് എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് പിന്നെ മറുപടി പറയുന്നില്ലെങ്കിൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എജുവാർഡ്സ് മരിച്ചിരിക്കുന്നു. അപ്പോൾ മറുപടി റീപ്ലൈ പറ്റുന്നതൊക്കെ ഉണ്ടാവും. അപ്ഡേഷൻസും അറിയിക്കാൻ ശ്രമിക്കും. അതിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. കാരണം എജുവാർഡ്സ് ഇങ്ങനെ ആയത് തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ടോട് കൂടെ തന്നെയാണ്.
പിന്നെ നിങ്ങളോട് ഇപ്പോൾ ഇന്നലെ പറഞ്ഞവർ തന്നെ ഇവിടെ ഉണ്ടാവും, പലരും പിന്നെ പുതിയ ബാച്ചിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതിൽ വളരെ സന്തോഷം. നിങ്ങളോട് ചോദിക്കുന്നത് അത് മാത്രമാണ്, ഇത് വളർത്താനുള്ള വഴികൾ, പരമാവധി ആൾക്കാരെ എത്തിക്കാനുള്ള വഴികൾ, അത് നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്താൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെ യെസ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവറാക്കുന്നില്ല. 7 മണി 1.25 മണിക്കൂറായി. ഇത്രയും നിങ്ങൾ ഇരുന്നത് അത് അമേസിങ് ആണ്. 1.25 മണിക്കൂർ ഇന്നത്തെ കാലത്ത് 20 മിനിറ്റിനപ്പുറം നിൽക്കാൻ പറ്റാത്ത കാലമാണ്, ഷോർട്ടിൻ്റെ കാലമാണ്. റീലുകളൊക്കെ 1 മിനിറ്റിൽ ഒതുങ്ങുന്ന കാലമാണ്. ആർക്കും കേൾക്കാൻ നേരെയില്ല, കാണാൻ നേരെയില്ല. അങ്ങനത്തെ ഈ കാലത്തും 1 മണിക്കൂറിന് മേലെ നിങ്ങൾ നിന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഞാൻ അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ മുഴുവൻ ഫ്യൂവൽ നിറച്ച് വെച്ചിട്ടുണ്ട്, പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങും പഠിച്ചിട്ടുണ്ട്, ചാവി കിട്ടിയാൽ മാത്രം മതി, എടുത്ത് പറക്കാൻ പറ്റും. അഥവാ സ്കൂൾ AI ഉള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ്, ടൂൾസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻസ് എന്നെ കൊണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ചാവി കിട്ടുക, അഥവാ ജൂൺ 1 നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ചാവി കിട്ടിയാൽ എടുത്ത് പറന്നോളുക. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവിധ സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം, എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ആർക്കും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അവസാനമായി ഔദ്യോഗികമായി ചോദിക്കുക, ബാക്കിയൊക്കെ നമ്മൾ ഗ്രൂപ്പ് വഴിയൊക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ. സ്കൂൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പമുള്ള ആപ്പ് എന്തെങ്കിലും സാറിന്റെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. ടൈം ടേബിൾ അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ നേരത്തെ ചാറ്റിൽ കാണിച്ചിരുന്നല്ലോ. പിന്നെ ടൈം ടേബിൾ അതാ ഞാൻ ഈ ഒരു എജുവാർഡ്സ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം. ടീച്ചർ ഇപ്പോൾ എത്ര 56 വയസ്സ് HM അല്ലേ? ഞാൻ 1 വർഷം കൂടി റിട്ടയർ ചെയ്യാം. അപ്പോൾ ടീച്ചറെ ഇവിടെ എത്തിച്ചു. എങ്ങനെയാണെന്ന് കാണിച്ചു തന്നല്ലോ, എജുവാർഡ്സ് വഴി, അല്ല AI വഴി. അപ്പോൾ AIക്ക് അതൊക്കെ ആവുമെങ്കിൽ പിന്നെ നിങ്ങൾ, ഞാൻ ഒരു മോട്ടിവേഷനായിട്ട് തന്നതാ, ഇതൊക്കെ ആവുമെങ്കിൽ പിന്നെ ടൈം ടേബിളൊക്കെ എന്ത്. അപ്പോൾ ആ ഒരു ചിന്തയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട്. ചോദിച്ചു നോക്കൂ, തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളെ സെറ്റപ്പ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ, പ്ലാൻ ഉണ്ടാവുമല്ലോ, അത് അയച്ചു കൊടുത്താൽ, സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി എനിക്ക് വേണം. ഇനി ഒരു ആപ്പും ഇനി തേടി പോകരുത്. ഇനി ഒരു ടൂളും വേറെ ഒന്നും വേണ്ട. നമുക്ക് ഈ ChatGPTയും ജെമിനിയും കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ലെവലാകാൻ പറ്റും എന്നതാണ് നമ്മുടെ മൊത്തം 10 ദിവസത്തെ ക്ലാസ്സിൻ്റെ രത്ന ചുരുക്കം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഒന്നും പറയാനില്ല? നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആക്കിയാൽ ഗ്രൂപ്പ് ആക്റ്റീവ് ആവും. കഴിഞ്ഞ ബാച്ച് ഡെഡ് ആയതുപോലെയാണുള്ളത്. പക്ഷെ അതിൽ ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിൽ 10 പേരാണ് ഉണ്ടായത്. ഈ ബാച്ചിൽ പിന്നെ 56ഓളം പേരുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം ഇപ്പോൾ 9-18 പേരൊക്കെയാണ് ഉണ്ടാവുന്നത്. ഒരു ശരാശരി ഒരു 20ൻ്റെ അപ്പുറം പലപ്പോഴും കടക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി പരസ്പരം നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടിട്ട് അടുത്ത ആൾ അറിയിക്കും. ഒന്നും നോക്കാത്തവൻ പോലും ഇങ്ങനെയൊക്കെ സംഭവം ഈ ഗ്രൂപ്പിൽ നടന്നിനോ, ഒറ്റ ദിവസം കയറാത്തവരുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ സംഭവം നടന്നിനോ, അത്രയും സംഭവം സിമ്പിളാണോ എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും അവനും കയറിപ്പോവും. അവനും ഗ്രൂപ്പിൽ കയറി നോക്കും, തമാശയും കയറി നോക്കും. അപ്പോൾ അയാളും കുറച്ച് വളരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ചാവി നിങ്ങളെ കയ്യിലാണ്. ഇനി നിങ്ങളാണ് പറക്കേണ്ടത്. സ്കൂളിൽ ഏറ്റവും ബെറ്ററായിട്ട് അല്ല, സബ് ജില്ലയിൽ ഏറ്റവും ബെറ്ററായിട്ട് അല്ല, അതിനപ്പുറം ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന രീതിയിലേക്ക് വളരാനുള്ള വളവുമാണ് ഇട്ട് തന്നിട്ടുള്ളത്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, ഇതൊക്കെ ചെറുതാണ്. അപ്പോൾ വലിയ നേട്ടങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഗ്രൂപ്പ് വഴി എങ്കിലും അറിയിക്കണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടും അറിയിക്കണം. സന്തോഷമാണ്. ഇപ്പോഴും ടീച്ചറൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ വിനോദിനി ടീച്ചർ ഒരു പോസ്റ്റർ ആക്കിയിട്ട് ഇപ്പം ഭയങ്കര കയ്യടി നേടി. അഥവാ 60 വയസ്സുള്ള ടീച്ചർ പിന്നെ പോസ്റ്റർ ആക്കുന്നത്, പല 25 വയസ്സുള്ള നമ്മളെ പോലത്തെ ടീച്ചേഴ്സിന് അറിയില്ല. അപ്പോൾ പിന്നെ ഇവരാ ചോദിക്കുന്നത്, ടീച്ചർ ഇതെങ്ങനെ ഉണ്ടാക്കിയത്? 25 വയസ്സുള്ള യുവ അധ്യാപകരാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്?
അപ്പോൾ ടീച്ചറെ ലെവൽ നോക്കിയേ, 60 വയസ്സായിട്ടും പോസ്റ്റർ ആക്കുന്ന ടീച്ചർ. മറ്റേതോ എല്ലാ സാങ്കേതിക വിദ്യയിലും ജനിച്ച് വളർന്ന നമ്മളെ പോലത്തെ ഉള്ളവർ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മൊബൈലിലാണല്ലോ. ഇപ്പോൾ 10-30 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ മൊബൈലൊന്നും വലിയ കാര്യമല്ല, ചെറുപ്പത്തിലേ അവർ കാണുന്നതാണ്. അപ്പോൾ ആ മൊബൈലിൽ ജനിച്ച് വളർന്ന നമ്മൾ വളരുന്നില്ല എങ്കിൽ, നമ്മൾ മാറുന്നില്ല എങ്കിൽ ശരിക്ക് നമ്മളെ സംബന്ധിച്ച് അപമാനം തന്നെയാണ്. കാലത്തിനൊത്ത അധ്യാപകരല്ല എന്ന് പറയാം. പക്ഷേ ഇന്ന് നിങ്ങൾ നല്ല രീതിയിൽ വരുമ്പോൾ ഉള്ള പോലെയല്ല, സീറോ അല്ല, നിങ്ങൾ സൂപ്പർ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഓരോരുത്തരും എന്ന് തന്നെയാണ് പിന്നെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അത് വളർത്തിയെടുക്കുക, ടോപ്പ് സ്മാർട്ട് ടീച്ചറായിട്ട് ഇനിയും ഉയരുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഇനിയും അറിയിക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. നിർത്താൻ തോന്നില്ല, ഇത്രയും പറയാൻ വിചാരിച്ചതല്ല, നിർത്താൻ തോന്നില്ല എന്നതാണ് സത്യം. പക്ഷേ പരിധിയുണ്ടല്ലോ, 2 മണിക്കൂറോളം ഏകദേശം ആവാനായി, അതുകൊണ്ട് മാത്രം നിർത്തുന്നു. വീണ്ടും ഗ്രൂപ്പുകളിൽ കാണണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിലും അറിയിക്കണം, പറയണം, ചോദിക്കണം. ഇത് വെറും ഒരു പൈസ തന്നിട്ടുള്ളൊരു ക്ലാസ്സിനപ്പുറം ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വളർച്ചയുടെ ഒരു ബന്ധം കൂടി ഉള്ള രീതിയിൽ ഗ്രൂപ്പ് വഴിയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞ് വീണ്ടാമത് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, ഗുഡ് ബൈ.